എല്ലാവർക്കും ഒരു ആഗ്രഹമുണ്ട് കുറച്ച് സമയത്തേക്കെങ്കിലും സോഷ്യൽ മീഡിയയിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആയിട്ട് പ്രകൃതിയിലോട്ടൊക്കെ ഇറങ്ങാൻ വേണ്ടി അല്ലെങ്കിൽ അവരുടെ ഹോബീസിലോട്ടൊക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ട്. ഇപ്പം എൻ്റെ അടുത്ത് എൻ്റെ ഫോൺ കണ്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ഫോൺ ഡെഡ് ആവാൻ പോവുക 1% ചാർജേ ഉള്ളൂ, അത് ഓഫാകാൻ പോകുന്നതെന്ന് ആലോചിക്കുമ്പോൾ തന്നെ ഒരു ആൻസൈറ്റി വരും. ഇപ്പം ബോറടി എന്ന് പറഞ്ഞൊരു സംഭവമേ ഇല്ല. രണ്ടുപേര് കപ്പിൾസ് ഇരിക്കുവാണെങ്കിൽ തന്നെ പലപ്പോഴും കാണാം അവർ തമ്മിൽ സംസാരിക്കുന്നുണ്ടാവില്ല, രണ്ടുപേരും ഫോണിൽ നോക്കി രണ്ടുപേരുടെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും. ഫോൺ ഉപയോഗിക്കാതെ അല്ലെങ്കിൽ ഒന്നും ചെയ്യാതെ ഡൂയിങ് നത്തിങ് എന്നുള്ളൊരു അവസ്ഥയിൽ നമ്മൾ ഇരുന്നിട്ടുള്ളത് എപ്പോഴാണ് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കണം. മനുഷ്യരുടെ അറ്റൻഷൻ സ്പാൻ എന്ന് പറയുന്നത് 8 സെക്കൻഡ് എന്നാണ് പറയുന്നത്. ഒരു ഗോൾഡ് ഫിഷിന്റെ അറ്റൻഷൻ സ്പാൻ 9 സെക്കൻഡ്സ് ഉണ്ട്. അപ്പൊ അതിനേക്കാൾ കുറവാണ് മനുഷ്യന്മാർക്കുള്ള അറ്റൻഷൻ സ്പാൻ. നീ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതായത് നേച്ചറില്, മണ്ണില് അല്ലെങ്കിൽ പുല്ലില് നമ്മൾ കുറെ നേരം നമ്മൾ ചെരുപ്പിടാതെ ചവിട്ടി നിൽക്കുമ്പോഴത്തേക്കും അതൊരു പ്രത്യേക ഫീലാ. ബ്രെയിൻ ഫോഗ് ഭയങ്കരമായിട്ട് കൂടിയ ആൾക്കാർക്ക് ഇപ്പൊ നമ്മള് ദിവസം മൊത്തം റീൽസ് സ്ക്രോൾ ചെയ്തിട്ട് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ നമുക്കൊരു മന്ദതയാ. ഇപ്പൊ നമ്മള് റീൽസ് കാണുവാണെങ്കിൽ തന്നെ നമ്മൾ ഒരു ജന്മം മൊത്തം കണ്ടാൽ തീരാത്ത പോലത്തെ റീൽസ് സോഷ്യൽ മീഡിയയിലുണ്ട്. പറയാനുള്ളൊരു കാര്യം ഇൻഡയറക്റ്റ് ആയിട്ട് ഇവർ പറയുന്നത് ഈ റീൽസ് ഷെയറിങ്ങിലൂടെയാണ്. അപ്പൊ അത് നെഗ്ലക്ട് ചെയ്താൽ പിന്നെ ഈ പറയുന്ന കാര്യം കേൾക്കാൻ ഇൻട്രസ്റ്റ് ഇല്ലെന്ന് വിചാരിക്കത്തു. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആവാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് കുട്ടികളെ കുറേ കാര്യങ്ങൾ ഇൻവോൾവ് ചെയ്യിക്കുക, കുക്ക് ചെയ്യാൻ, വീട് ക്ലീൻ ചെയ്യാൻ, അവരെ പഠിപ്പിക്കുക മാത്രമല്ലല്ലോ ചെയ്യേണ്ടത്. നല്ല ഹ്യൂമൻസ് ആയിട്ട് അവർ വളരണമെങ്കിൽ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കണമല്ലോ. പിന്നെ നമ്മുടെ ഇംപെർഫെക്ഷൻസ് നമ്മൾ മാത്രമേ കാണത്തുള്ളൂ. നമ്മളൊരു ഫോട്ടോ എടുത്ത് ചിലപ്പോൾ നമുക്ക് ആംഗിൾ ഇഷ്ടമുണ്ടാവില്ല, വേറൊരാൾ നോക്കുമ്പോൾ അയ്യോ നല്ല ഫോട്ടോ ആണല്ലോ എന്താ പ്രശ്നം, പക്ഷേ എനിക്ക് ആ ആംഗിൾ ഇഷ്ടമല്ല, ഞാൻ എൻ്റെ ഇംപെർഫെക്ഷൻസ് ഞാനാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. സോഷ്യൽ മീഡിയയിൽ ആരെങ്കിലും ഒരു പോസ്റ്റ് ഇടുമ്പം ഇത് ഇവരുടെ പൊതുസ്വത്തായി മാറി എന്നുള്ളതാണ് അങ്ങനെ ഒരാൾക്കാർ. നീ കേട്ടോണം, നീ പോസ്റ്റ് ഇട്ടത് കൊണ്ടല്ലേ ഞങ്ങൾ പറയും കേട്ടോണം എന്നുള്ളത്. അത് എനിക്കൊന്നും ഒരുതരം ഒരു മാനസിക രോഗമാണ്. അത് നമുക്ക് മാറ്റാൻ പറ്റത്തില്ല. നമുക്ക് അവരെ അവോയ്ഡ് ചെയ്യാൻ മാത്രമേ, അവർക്ക് നമ്മൾ വാല്യൂ കൊടുക്കാതിരിക്കുക. അവർക്ക് വാല്യൂ ഇല്ല അങ്ങനെയുള്ളവർക്ക്. ഹായ് ഗായ്സ്, വെൽക്കം ടു ഹി ആൻഡ് ഷി പോഡ്കാസ്റ്റ് വിത്ത് ഹാരി ആൻഡ് ശില്പ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്തൊരു കാര്യത്തെക്കുറിച്ചാണ്, സോഷ്യൽ മീഡിയ. സോഷ്യൽ മീഡിയയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ അതുമായിട്ട് ഒത്തിരി റിലേറ്റബിൾ ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ് മൊബൈൽ ഫോൺ. മൊബൈൽ ഫോൺ നമ്മുടെ ലൈഫിൽ ഇന്ന് കൊണ്ടുവരുന്ന ഇമ്പാക്റ്റ്, ഇതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഇപ്പം നമുക്ക് സത്യത്തിൽ നമ്മുടെ സ്ക്രീൻ ടൈം ഒക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞെട്ടിപ്പോവും. അതെ, ഇന്ന് സോഷ്യൽ മീഡിയയുടെ യൂസ് ഭയങ്കര കൂടുതലായി. സോഷ്യൽ മീഡിയനെക്കാട്ടിലും മൊബൈൽ ഫോൺ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ തന്നെ ഒരു ഭാഗമായി മാറി. എല്ലാവർക്കും ഒരു ആഗ്രഹമുണ്ട് കുറച്ച് സമയത്തേക്കെങ്കിലും സോഷ്യൽ മീഡിയയിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആയിട്ട് പ്രകൃതിയിലോട്ടൊക്കെ ഇറങ്ങാൻ വേണ്ടി അല്ലെങ്കിൽ അവരുടെ ഹോബീസിലോട്ടൊക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഒരു ആഗ്രഹം അവർക്കുണ്ടെങ്കിലും ഈ മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് അവരുടെ തന്നെ ജീവിതത്തിൻ്റെ വലിയ ഭാഗമായിട്ട് മാറിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പം മൊബൈൽ ഫോൺ നമ്മുടെ അടുത്തില്ലെങ്കിൽ എല്ലാവർക്കും പെട്ടെന്നൊരു ആൻസൈറ്റി വരും. ഇപ്പം എൻ്റെ അടുത്ത് എൻ്റെ ഫോൺ കണ്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ഫോൺ ഡെഡ് ആവാൻ പോവുക, 1% ചാർജേ ഉള്ളൂ, അത് ഓഫാകാൻ പോകുന്നതെന്ന് ആലോചിക്കുമ്പോൾ തന്നെ ഒരു ആൻസൈറ്റി വരും. ശരിയാ, ചാർജർ അടുത്തില്ലെങ്കിൽ പ്രത്യേകിച്ച് ഭയങ്കര പാനിക്നെസ് ആയിരിക്കും. തീർന്നു. അതെ, ഭയങ്കര ടെൻഷൻ ആവും ഫോൺ ഓഫാകാൻ പോകുന്നു. കാരണം എന്താ, നമ്മുടെ കയ്യിൽ ആകെ ഇപ്പം എല്ലാ കാര്യങ്ങളും ഉള്ളത് നമ്മുടെ ഫോണിലാണ്. നമ്മുടെ കോണ്ടാക്ട്, ഒരാളുടെ നമ്പർ നമുക്ക് വേറെ അറിയത്തില്ല, എവിടെയെങ്കിലും പോകണമെങ്കിൽ ലൊക്കേഷൻ അറിയണമെങ്കിൽ ഫോൺ വേണം, പൈസ ഫോണിൽ, എങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മുടെ ഫോണിലായിരിക്കും. അപ്പോൾ ഫോൺ ഡെഡ് ആവുന്നു എന്ന് പറയുന്നത് തന്നെ ആൾക്കാർക്ക് ഭയങ്കര പേടിപ്പെടുത്തുന്നൊരു കാര്യമാണ്. അപ്പോൾ ഈ ഫോൺ നമ്മുടെ അടുത്തില്ലാത്തപ്പോൾ നമുക്ക് വേറൊരു ആങ്സൈറ്റിയാണ് നൊമോഫോബിയ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ആങ്സൈറ്റി ഇപ്പം എല്ലാവരിലും കണ്ടുവരുന്നുണ്ട്. നൊമോഫോബിയ അല്ലേ? അതായത് നോ മൊബൈൽ ഫോബിയ എന്നുള്ളതായിരിക്കും. അത് ശരിക്കും ഉള്ളതാണോ നീ ഉണ്ടാക്കിയതാണോ? അല്ല, അത് ശരിക്കും ഉണ്ട്. സയന്റിസ്റ്റുകൾ കണ്ടുപിടിച്ചിട്ടുള്ള കാര്യമാണ്. അതേപോലെ തന്നെ ഇങ്ങനെ ഫോൺ യൂസ് കൊണ്ട് കുറെ ഹെൽത്ത് പ്രോബ്ലംസും ഉണ്ട്. ഇപ്പൊ ആൾക്കാരുടെ നെക്കില്, ഇവിടെ ആയിട്ട് നെക്കിൽ എല്ലാവർക്കും ഒരു ബമ്പ് ഉണ്ടല്ലോ, ഇപ്പോഴത്തെ ജനറേഷനിലുള്ള ആൾക്കാർക്കുള്ള ആ ബമ്പ്. അത് നമ്മൾ എന്താ ഏത് നേരം നമ്മളിങ്ങനെ താഴേക്ക് നോക്കിയുള്ള ഫോൺ യൂസേജ് കൊണ്ട് വരുന്നതാണ് ഈ കഴുത്തിന് പുറകിലുള്ള ഈ ബമ്പ്. പിന്നെ നമുക്ക് നെക്ക് ഇഷ്യൂസ് വരും, ഷോൾഡർ പെയിൻ വരും, പിന്നെ കണ്ണിന്റെ സ്ട്രെയിൻ. അപ്പൊ സിഗരറ്റ് വലിയൊക്കെ പോലെ അപകടകാരിയാണ് ഈ ഫോൺ യൂസ് ചെയ്തെന്നാണോ പറയുന്നത്? കാരണം ശരീരത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഫോൺ കൊണ്ടുവരും. അതുപോലെ തന്നെ ഒരു അഡിക്ഷൻ ആണ് ഈ മൊബൈൽ ഫോൺ എന്ന് പറയുന്നത്. മൊബൈൽ ഫോണും സോഷ്യൽ മീഡിയയും മറ്റൊരു തരത്തിൽ രണ്ടും അഡിക്ഷൻ ആണ്. ഇപ്പോൾ ഒന്നാമതേ ആൾക്കാർക്ക് അറ്റൻഷൻ സ്പാൻ എന്ന് പറയുന്നത് ഭയങ്കര കുറവാണ്. ഇപ്പോൾ ഒരു കാര്യത്തിൽ ഒരു ലോങ് പ്രോസസ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനോ അങ്ങനെയൊന്നും ആൾക്കാർക്ക് ഇപ്പോൾ ഒട്ടും സമയമില്ല, അവർക്ക് കാണാൻ താല്പര്യമില്ല. ഇപ്പൊ തിയേറ്ററിൽ ഒരു സിനിമ കാണാൻ പോവാണെന്നുണ്ടെങ്കിൽ ടൈറ്റിൽ എഴുതി കാണുന്നതിന് മുന്നേ വരെ നമ്മുടെ കണ്ണ് ഫോണിലായിരിക്കും, അല്ലെ സെൽഫി എടുത്തോണ്ടിരിക്കുകയായിരിക്കും. ഒരുപാട് പേരുണ്ട്. അത് നമുക്ക് ഡിസ്റ്റർബൻസ് ആവും. സത്യത്തിൽ തൊട്ടടുത്തിരിക്കുന്ന ആൾക്ക് കണ്ണിൽ ഒരു സ്ക്രീനിൽ ലൈറ്റ് അടിക്കാതിരിക്കാൻ വേണ്ടി മാത്രമായിരിക്കും കടിച്ചു പിടിച്ച ആൾക്കാർ മൊബൈൽ എടുക്കാതിരിക്കുന്നത്. അങ്ങനെ ഒട്ടും അറ്റൻഷൻ സ്പാൻ ഇല്ലാന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മൾ റീൽസും ഷോർട്സും ഭയങ്കരമായിട്ട് കാണുന്നത് കൊണ്ട് നമുക്കൊരു അർജന്റ് ഡോപ്പമിൻ ഹൈക്ക് കിട്ടും. അത് കാണുമ്പോൾ കിട്ടുന്നൊരു ഭയങ്കര ഒരു എന്താ പറയാ, അതിൽ തന്നെ അഡിക്ഷൻ ഉണ്ട്. ഈ റീൽസ്
റീൽസും ഷോർട്സും കാണുന്നത് തന്നെ ഒരു അഡിക്ഷനാണ്. ഒരു ദിവസം ഫുള്ളൊക്കെ റീൽസ് കണ്ടിരിക്കാന്ന് പറയുന്നത് ആലോചിച്ച് നോക്കുക, അതിന്റെ ഒരു ലെവല്. അത് സത്യമാണ്. കാരണം ഉറക്കം പോലും ഇല്ലാത്ത ആൾക്കാർ റീൽസ് ഇങ്ങനെ കണ്ടോണ്ടേ ഇരിക്കുക. അതുപോലെ ഈ അടുത്ത് വന്നൊരു റിസർച്ചിൽ മനുഷ്യരുടെ അറ്റൻഷൻ സ്പാൻ എന്ന് പറയുന്നത് 8 സെക്കൻഡ് എന്നാണ് പറയുന്നത്. ഒരു ഗോൾഡ് ഫിഷിന്റെ അറ്റൻഷൻ സ്പാൻ 9 സെക്കൻഡ്സ് ഉണ്ട്. അപ്പൊ അതിനേക്കാൾ കുറവാണ് മനുഷ്യന്മാർക്കുള്ള അറ്റൻഷൻ സ്പാൻ. ഗോൾഡ് ഫിഷിന് റീൽസ് കാണിച്ചു കൊടുത്താൽ മതി, പരിപാടി അവിടെ സോൾഡ്. നമ്മൾ എവിടെ നോക്കിയാലും ആൾക്കാർ ആരും വെറുതെ നിൽക്കുന്ന കാണത്തില്ല, എല്ലാവരും ഫോണിൽ സ്ക്രോളിംഗ് ആയിരിക്കും. എപ്പോഴും വെറുതെ ഒരു സെക്കൻഡ് നിൽക്കുമ്പോൾ അപ്പോൾ ഫോൺ എടുത്ത് സ്ക്രോൾ ചെയ്യും. അതിനൊരു സംഭവം ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതായത് ഇപ്പം നമ്മളൊരു സമൂഹത്തിൽ ഇരിക്കുക, ബാക്കിയുള്ളവരെല്ലാവരും മൊബൈലിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ പോക്കറ്റിൽ അല്ലെങ്കിൽ നമ്മുടെ ഫോൺ ഇരിക്കുന്നിടത്തോട്ട് കൈ പോയിട്ട് ഫോൺ നമ്മളെ കയ്യിലെടുക്കും. ആ ഒരു സിറ്റുവേഷൻ അവർ മൊബൈൽ എടുത്ത് ചെയ്യുകയാണ്. അപ്പം എനിക്കെന്തോ മിസ് ചെയ്യുന്നുണ്ടെന്നുള്ള രീതിയിൽ നമുക്ക് ഒരു ഫ്രണ്ട് സർക്കിളിലാണെങ്കിൽ അതുണ്ട്. അതല്ലാതെ ഒരു സമൂഹത്തിൽ പോയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മളൊരു ഹോസ്പിറ്റലിൽ പോയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയെന്ന് വിചാരിച്ചോ, അല്ലെന്നുണ്ടെങ്കിൽ നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ചുറ്റുള്ളവരെല്ലാം നോക്കിക്കഴിഞ്ഞാൽ അവിടെ എല്ലാം കയ്യിൽ ഫോൺ ഉണ്ടാവും. അപ്പം നമ്മൾ വേറെ ഒന്നും നോക്കാതെ നമ്മൾ ഫോൺ എടുത്തിട്ട് അതിനകത്ത് എന്തെങ്കിലുമൊക്കെ സ്ക്രോൾ ചെയ്തിട്ടിരിക്കും. ആൾക്കാർക്ക് ഇപ്പം ബോറടി എന്ന് പറഞ്ഞൊരു സംഭവമേ ഇല്ല. ബോറടിക്കാൻ അവർക്ക് സമയം കിട്ടുന്നില്ല. സത്യത്തിൽ ബോറടിക്കുന്നത് നല്ലതാണ്. ബോറടിക്കുമ്പോഴാണ് നമ്മുടെ ഉള്ളിലെ ക്രിയേറ്റിവിറ്റി ഉണരുന്നത്. നമ്മൾ കൂടുതൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്, നമ്മൾ എഴുതുന്നത്, പടം വരയ്ക്കുന്നത്, ഇതൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് നമുക്ക് ബോറടിക്കുമ്പോഴാണ്. ആ ബോറടി എന്നുള്ള സാധനം വന്നാലേ അതിൽ നിന്ന് പുറത്ത് കിടക്കാൻ നമ്മളൊരു സാധനം ചെയ്യത്തുള്ളൂ. നമ്മൾ ഒന്നും ചെയ്യാതെ, അതായത് ഫോൺ ഉപയോഗിക്കാതെ അല്ലെങ്കിൽ ഒന്നും ചെയ്യാതെ ഡൂയിങ് നത്തിങ് എന്നുള്ളൊരു അവസ്ഥയിൽ നമ്മൾ ഇരുന്നിട്ടുള്ളത് എപ്പോഴാണ് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കണം. നമ്മൾ അങ്ങനെ ഇരിക്കാറുണ്ടോ? നമ്മൾ നമ്മളെ പറ്റി ചിന്തിച്ചുകൊണ്ട്, നമ്മളെ പറ്റി അനലൈസ് ചെയ്തുകൊണ്ട്. കാരണം അങ്ങനെ ചിന്തിച്ചിരിക്കുന്നത് പണ്ട് നമുക്ക് അങ്ങനത്തെ കുറേ ഫ്രീ ടൈംസ് ഉണ്ടായിരുന്നു, നമ്മൾ ഒന്നും ചെയ്യാനില്ലാതെ. അപ്പോൾ നമുക്ക് ബോറടിക്കുമായിരുന്നു. ആ ബോറടിക്കുന്ന സമയത്ത് നമുക്ക് ആ ബോറടി മാറ്റാൻ വേണ്ടി നമ്മൾ പുതിയതായിട്ട് ചിന്തിക്കും, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എനിക്ക് എന്തൊക്കെ കഴിവുണ്ട്, എനിക്ക് പടം വരയ്ക്കാൻ പറ്റുമോ, എനിക്ക് കവിത എഴുതാൻ പറ്റുമോ, എനിക്ക് പാട്ട് പാടാൻ പറ്റുമോ, അല്ലെന്നുണ്ടെങ്കിൽ കൂട്ടുകാരുടെ കൂടെ പോയിട്ട് പുറത്ത് പോയി പന്ത് കളിക്കാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എൻഗേജ്ഡ് ആയിരുന്നു. ഇന്ന് ഈ ഫോണിൻ്റെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയുടെ ഉപയോഗം കാരണം ഒരു പേഴ്സണൽ ടൈം നമുക്ക് അവിടെ കിട്ടുന്നില്ല. നേരത്തെ പറഞ്ഞാൽ എനിക്കൊന്നും ഒരാൾ മാത്രം അങ്ങനെ ഫോൺ മാറ്റി വെച്ചിട്ടും കാര്യമില്ല. അയാൾ ഒരു സൊസൈറ്റിയിൽ ഒറ്റപ്പെടത്തേ ഉള്ളൂ. സത്യം. ബാക്കിയുള്ളവരെല്ലാം ഫോണിൽ എൻഗേജ്ഡ് ആയിരിക്കും. അപ്പം ഈ ഫോൺ ഇല്ലാത്തൊരു ടൈം, അങ്ങനെയും കൂടെ ഒരു ടൈം നമ്മൾ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങണം. കുറച്ച് നേരമെങ്കിലും, ഒരു ദിവസം 1 മണിക്കൂറെങ്കിലും ഫോൺ ഉപയോഗിക്കാതെ ഫോൺ മാറ്റി വെച്ച്, അല്ലെങ്കിൽ ഉറങ്ങുന്ന 1 മണിക്കൂർ മുന്നേ ഫോൺ യൂസ് ചെയ്യാതിരിക്കുക. അങ്ങനെ ഫോണിനും സോഷ്യൽ മീഡിയയ്ക്കൊക്കെ ഒരു ലിമിറ്റേഷൻ വെച്ചാൽ ഒരു പരിധി വരെ നമ്മുടെ തന്നെ ഒരു അഡിക്ഷൻ കുറയ്ക്കാൻ സഹായിക്കുമെന്ന് തോന്നുന്നത്. ഒരു സമൂഹത്തിൽ കുറേ പേര് ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമുക്ക് സ്വാഭാവികമായിട്ട് ഫോൺ ഉപയോഗിച്ചില്ലെങ്കിൽ നമ്മൾ അകറ്റപ്പെട്ട പോലെ നമുക്കൊരു ഫീലിംഗ് വരും. ഇപ്പം എൻ്റെ കാര്യത്തിലാണെങ്കിൽ ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഹോസ്റ്റലിൽ നിൽക്കുമായിരുന്നു. അപ്പോൾ എല്ലാവരുടെയും കയ്യിൽ അന്ന് ആൻഡ്രോയിഡ് ഫോൺ ഉണ്ട്. ആൻഡ്രോയിഡ് ഫോണിൽ മാത്രമേ അന്ന് മിനിമിലിറ്റി ഉള്ളൂ. ഇന്ന് പബ്ജിയാണ്, അന്ന് ഹോസ്റ്റലിൽ പഠിക്കുന്ന സമയത്ത് മിനിമിലിറ്റിയാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ അന്ന് ഒരു ലൂമിയയുടെ ഫോണിലാണ്, അന്ന് വിൻഡോസ് OS ആണ് അതിലുള്ളത്. ഞാൻ പോസ്റ്റായി പോവാ, അവരെല്ലാം മിനിമിലിറ്റ, ആൻഡ്രോയിഡിലേ ഉള്ളത് മിനിമിലിറ്റ, അവരെല്ലാം മിനിമിലിറ്റ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനവിടെ മൂലയ്ക്ക് ഇതും കണ്ടുകൊണ്ടിരിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ ആരെങ്കിലും അവരുടെ ഒരു ദയ കാരണം അവരുടെ ഫോൺ എനിക്ക് തന്ന് ഞാൻ ഗെയിം കളിക്കാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുക. ഒരു സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ടു പോകുന്നൊരു ഫീല് എനിക്ക് അവിടെ വരുന്നുണ്ടായിരുന്നു. ഇപ്പം അതേപോലെ തന്നെ ഇപ്പം കുട്ടികളുടെ ഇടയിൽ ഇപ്പം പബ്ജി പോലെയുള്ള ഗെയിമുകൾ ഭയങ്കരമായിട്ട് ട്രെൻഡിങ്ങാണ്. ഇപ്പം ഒരു സദസ്സിൽ ഒരു 4 പേര് കളിക്കാൻ വേണ്ടിയിട്ട് പോകാമെന്ന് വിചാരിച്ചോ. ഇപ്പം ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അവർ പോകുന്നത്, അല്ലെങ്കിൽ ഫുട്ബോൾ കളിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഗ്രൗണ്ടിൽ പോകുന്നത്. അവർ ഒരു 5 പേരുണ്ടെന്നുണ്ടെങ്കിൽ കൂട്ടം കൂടി ഇരുന്ന് ബാക്കി 4 പേരും പബ്ജി കളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കളിക്കാൻ ഷൂസ് കെട്ടി വരുന്നവന് വേറൊരു ഓപ്ഷൻ ഇല്ല. അവൻ നാളെ വീട്ടിൽ പോയി പറയും, അമ്മ എനിക്ക് ഫോൺ വേണം, എനിക്ക് പബ്ജി കളിക്കണമെന്ന്. അപ്പോൾ അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യം. ഇപ്പൊ ഫ്രണ്ട്സിന്റെ ഇടയ്ക്ക് മാത്രമല്ല, റിലേഷൻഷിപ്പിലും ഈ ഫോണിന്റെ യൂസേജ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയുടെ യൂസേജ് ഒരു ഭയങ്കര ബാരിയർ ആവുന്നുണ്ട്. 2 പേര് കപ്പിൾസ് ഇരിക്കുവാണെങ്കിൽ തന്നെ പലപ്പോഴും കാണാം അവർ തമ്മിൽ സംസാരിക്കുന്നുണ്ടാവില്ല. 2 പേരും ഫോണിൽ നോക്കി 2 പേരുടെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും. അതുപോലെ ഇപ്പം പെൺപിള്ളേര്, പൊതുവെ ഗേൾസ് കുറേ റീൽസ് ഷെയർ ചെയ്യുന്ന ആൾക്കാരാണ് ബോയ്സിന്. അത് ശരിയാ കേട്ടോ. ആ റീല് കണ്ടില്ലെന്നുണ്ടെങ്കിൽ നിനക്ക് ബാക്കിയുള്ള റീലെല്ലാം കാണാൻ സമയമുണ്ടല്ലോ, ബാക്കി റീലെല്ലാം നീ തോണ്ടിക്കൊണ്ടിരിക്കുന്നല്ലോ, ഞാൻ അയച്ച റീൽ എന്തുകൊണ്ട് നീ കാണുന്നില്ല? ലോകത്തുള്ള റീൽസ് എല്ലാം ബോയ്സ് കണ്ടിട്ടുണ്ടാവും, പക്ഷേ ഈ ഗേൾ ഫ്രണ്ട് അയക്കുന്ന റീൽ മാത്രം കാണില്ല. അതൊരു പ്രശ്നമാകും. അത് എന്താ കാരണം എന്ന് വെച്ചാൽ ഈ ഗേൾസ് ഈ റീൽസ് അയച്ച് കൊടുക്കുന്നത് ഒരു തരത്തിൽ അവരുടെ ഒരു കമ്മ്യൂണിക്കേഷനാണ്. ഇവർക്ക് പറയാനുള്ളൊരു കാര്യം ഇൻഡയറക്റ്റ് ആയിട്ട് ഇവർ പറയുന്നത് ഈ റീൽ ഷെയറിങ്ങിലൂടെയാണ്. അപ്പൊ അത് നെഗ്ലക്ട് ചെയ്താൽ പിന്നെ ഈ പറയുന്ന കാര്യം കേൾക്കാൻ ഇൻട്രസ്റ്റ് ഇല്ലെന്ന് വിചാരിക്കുന്നു. ഒരേ കാര്യം തന്നെ പലതരത്തിലും പല റീലായിട്ട് ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് അത് ആ കാര്യം ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ടാണ് അത് വീണ്ടും വീണ്ടും അയക്കേണ്ടി വരുന്നത്. സോഷ്യൽ മീഡിയയുടെ ഉപയോഗം അപകടകരമാണ്. സത്യത്തില് നമ്മൾ
ഇപ്പൊ ഒരു കാര്യം പറയാനുണ്ടെന്ന് വിചാരിച്ചോ, ഇപ്പം റിലേഷൻഷിപ്പിനെ പറ്റിയിട്ടുള്ള ഒരു കാര്യമായിക്കോട്ടെ, അല്ലെന്നുണ്ടെങ്കിൽ പേഴ്സണാലിറ്റിനെ പറ്റിയിട്ടുള്ള കാര്യമായിക്കോട്ടെ, ഇപ്പം നമ്മൾ റീൽ അയക്കുക എന്ന് പറഞ്ഞത് അതൊരു എന്റർടൈൻമെന്റ് പർപ്പസ് ആയിട്ട് മാത്രം ചിലർ ഇത് കാണത്തുള്ളൂ ചില സാഹചര്യങ്ങളിൽ. ഇപ്പം നമ്മൾ ആ റീല് കാണുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ നമ്മുടെ മൂഡ് എന്തായിരിക്കും, ഇവളിത് എനിക്ക് അയച്ചു തന്നു, ഇതെനിക്ക് ഗുണകരമാണോ, അല്ലെങ്കിൽ അവർക്ക് അത് ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നി എനിക്ക് അയച്ചു തന്നു, കാഷ്വലി അയച്ചു തന്നു എന്ന് തോന്നത്തുള്ളൂ. അല്ലാതെ ഇത് കണ്ട് ഇതിൽ നിന്ന് മനസ്സിലാക്കി ഇത് ഞാൻ ഉൾക്കൊള്ളണം എന്നുള്ളൊരു ഉദ്ദേശത്തിന്റെ പുറത്താണ് എൻ്റെ കാമുകി അല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു പാർട്ണർ എനിക്ക് അയച്ചു തന്നെന്ന് ചിലപ്പോൾ ഞാൻ ആ നിമിഷം ചിന്തിക്കണമെന്നില്ല. ഇപ്പം നമ്മൾ ആലോചിക്കുമ്പം ഈ റീൽസ് ഷെയർ ചെയ്യുക എന്ന് പറഞ്ഞ ഒരു ട്രെൻഡ് പയ്യെ വന്നതാ. കാരണം റീൽസ് കുറെ നാൾ മുന്നേ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് ആൾക്കാർ റീൽസ് ഒരു റീല് കണ്ട റിലേറ്റബിൾ ആയ ഉടനെ അയച്ചു കൊടുക്കും. നേരത്തെ ഈ റീൽസ് ഇങ്ങനെ ഷെയർ ചെയ്യുന്ന ഒരു ട്രെൻഡ് ഇല്ലായിരുന്നു. മനസ്സിലായോ? ഇപ്പോഴാണ്. അപ്പൊ ആ ട്രെൻഡിനനുസരിച്ച് പെൺകുട്ടികൾ അയച്ചു കൊടുക്കുന്നതാണ്. അപ്പൊ അത് മനസ്സിലാക്കിയില്ലെങ്കിൽ സ്വാഭാവികമായിട്ട് ഒരു പ്രശ്നം സംഭവിക്കുമല്ലോ. അത് സ്വാഭാവികമായിട്ട് സംഭവിക്കും. കാരണം ഇപ്പൊ പണ്ടത്തെ പ്രണയങ്ങളെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ കത്തിലൂടെ ഒക്കെ പ്രണയിക്കുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് ടെലിഫോൺ വന്നപ്പോഴത്തേക്കും വിളിച്ച് സംസാരിക്കുന്നത്. എന്നാലും വീട്ടിലായിരിക്കും ഹാളിലൊക്കെ ആയിരിക്കും ഫോൺ ഇരിക്കുന്നത്. അപ്പോൾ എപ്പോഴും നമുക്ക് വിളിച്ച് സംസാരിക്കാൻ പറ്റത്തില്ല. മൊബൈൽ ഫോൺ വന്നതിന് ശേഷം ഈ ഫോൺ കോളുകൾ ചെയ്യാനുള്ളൊരു സാഹചര്യം അവിടെ കൂടുന്നുണ്ടായിരുന്നു. ഇപ്പൊ രാത്രി ഫുള്ള് സംസാരിച്ചോണ്ടിരിക്കുക, ഒന്നും പറയാനില്ലെങ്കിലും ആ പിന്നെ എന്താ പറ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ സത്യത്തിൽ ഒരു കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പം സോഷ്യൽ മീഡിയകൾ വന്നതിന് ശേഷം വാട്സാപ്പും ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും ഒക്കെ വന്നതിന് ശേഷം ടെക്സ്റ്റിംഗ് ആയി കൂടുതലും. അപ്പൊ ഈ നേരത്തെ ഇപ്പൊ കത്തിലൂടെയാണെന്നുണ്ടെങ്കിൽ കത്തിൽ നമുക്ക് വൈകാരികമായിട്ട് എഴുതാം, അല്ലെങ്കിൽ ഒരു ചെറിയൊരു രീതിയിലായിരിക്കും നമ്മൾ എഴുതുന്നത്. അത് വായിക്കുന്നത് ശരിക്കും ആ ഇമോഷൻ ഉൾക്കൊണ്ടായിരിക്കും വായിക്കുന്നത്. ഫോണിൽ കൂടെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും അത് കേൾക്കുക. ഇപ്പോഴും ഫോൺ വിളിയുണ്ട്, വീഡിയോ കോളും ഉണ്ട്. എന്നാൽ ഇപ്പൊ ഇടയ്ക്ക് ഒരു കാലഘട്ടത്തിൽ ഈ ടെക്സ്റ്റിംഗ് വരുന്ന സമയത്ത് രണ്ട് പേര് വഴക്കിടുന്നതും ഇപ്പം അവർ റിയലായിട്ട് പോയി അവരങ്ങനെ സംസാരിക്കില്ല. പക്ഷെ ടെക്സ്റ്റിംഗിൽ നമ്മൾ വായിക്കുന്ന ടോൺ, നമ്മൾ പറയുന്ന ടോൺ ആയിരിക്കത്തില്ല നമ്മൾ വായിച്ചെടുക്കുന്ന ടോൺ. ഭീകര സംഭവം. കാരണം ഇപ്പം ടെക്സ്റ്റിൽ ഇപ്പം മെസ്സേജ് അയച്ച് വഴിക്കിടുമ്പോഴാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ വഷളാവാറുള്ളത്. അപ്പൊ അതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം വളരെ ഇതിപ്പം നിനക്ക് എന്താ പ്രശ്നം എന്നുള്ള രീതിയിലായിരിക്കും അയക്കുന്നത്. അപ്പൊ അതിന്റെ കൂടെ ഒരു വഴക്കിട്ടോണ്ടിരിക്കും. പക്ഷെ എന്താണെന്നറിയോ, ചിരിക്കുന്ന ഒരു ഇമോജി ഉണ്ട്. ജസ്റ്റ് ഇങ്ങനെ അപ്പൊ ഇങ്ങനെ ചിരിക്കുന്ന ഒരു ഇമോജി ഉണ്ട്. ഇത് അയക്കുമ്പോൾ വഴക്കിടുന്ന സമയത്തായിരിക്കും അത് കൂടുതൽ അയക്കുന്നത്. വഴക്കിടുന്ന സമയത്ത് ആ ഇമോജി അയക്കുന്നത് സൈക്കിക് ഫീൽ. സത്യം. അപ്പൊ നിനക്കെന്താ പ്രശ്നം, അല്ലെങ്കിൽ നിനക്കെന്താ പ്രശ്നം മീൻസ് അത് നമ്മളിപ്പം ഫോണിൽ കൂടെ പറയുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ടോൺ ശരിക്കും വ്യക്തമാണ്. ഇപ്പൊ മെസ്സേജ് അയക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്കത് ആ ആൾ എന്താ ഉദ്ദേശിച്ചെന്നുള്ള രീതിയിൽ നമുക്ക് മനസ്സിലാവില്ല. അയാൾ ഇതായിരിക്കും ഉദ്ദേശമുള്ള രീതിയിൽ നമ്മുടെ മനസ്സിലെ ദേഷ്യം കൂടി അവർ വലിയൊരു പ്രശ്നം ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പൊ നീ പറഞ്ഞില്ലേ, അതായത് നമുക്ക് എന്തെങ്കിലും പറയാനുള്ളത് നമ്മളൊരു റീല് കാണുമ്പോൾ റിലേറ്റബിൾ ആയിട്ടുള്ളത് നമ്മൾ ഒരു ഫ്രണ്ട്സിനോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കപ്പിളിനോ നമ്മളത് അയച്ചു കൊടുക്കും. കാരണം അത് നമുക്ക് അവരോട് ഇൻഡയറക്ട്ലി പറയാനുള്ളതായിരിക്കും. അതിന്റെ ഒരു എളുപ്പമാർഗം എന്നുള്ള രീതിയിലായിരിക്കും ഇത് അയച്ചു കൊടുക്കുന്നത്. എളുപ്പമാർഗം മാത്രമല്ല, നമ്മൾ മനസ്സിലുള്ള ഒരു കാര്യം ചിലപ്പോൾ കൂടുതൽ നന്നായിട്ടായിരിക്കും ആ റീൽസിൽ ഉണ്ടാവുക. ഇപ്പൊ നമ്മളിത് എക്സ്പ്രസ് ചെയ്യുന്നതിനേക്കാൾ നന്നായിട്ട് ആ റീൽസിൽ ഇത് എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടാവും. മനസ്സിലായോ? അപ്പൊ അത് അയച്ചു കൊടുക്കുന്നതല്ലേ ഏറ്റവും എളുപ്പമായിട്ടുള്ള വഴി. ശരിയാ. അപ്പൊ അങ്ങനെ അയച്ചു കൊടുക്കുന്ന സമയത്ത് അവരുടെ ഭാഗത്തു നിന്ന് ചിലപ്പോൾ ഒരു റിപ്ലൈ വരണമെന്നില്ല. പക്ഷെ ഇൻഡയറക്ട്ലി അവരത് കാണുന്നുണ്ടല്ലോ. അതൊരു നല്ല കമ്മ്യൂണിക്കേഷൻ ആയിട്ട് തന്നെ തോന്നുന്നത്. പക്ഷെ അങ്ങനെ അതിൽ മാത്രം ഒതുങ്ങി പോകരുത് കമ്മ്യൂണിക്കേഷൻ. അല്ല, കമ്മ്യൂണിക്കേഷൻ ഒതുങ്ങത്തില്ല. ഞാൻ പറഞ്ഞതാ, അങ്ങനെ ഒരു ഏരിയ ഉണ്ട് അവിടെ. ഇപ്പൊ അത് കണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചാൽ മതി, അപ്പൊ അത് കണ്ടു എന്ന് മനസ്സിലാകുമല്ലോ. ഇതിപ്പോ അതിനെ നെഗ്ലക്ട് ചെയ്യുന്ന പോലെ അല്ലേ ഒരു റീൽ. ചില സമയത്ത് ഞാൻ അതാ നേരത്തെ പറഞ്ഞ, ചില സാഹചര്യങ്ങൾ ഇത് അയക്കുന്ന സമയത്ത് നെഗ്ലക്ട് ചെയ്ത് പോവും. അതൊരു അത് ചില സമയത്ത് ഇപ്പം ഒരു ചില സമയത്തുള്ളതല്ല. ഇപ്പൊ നമ്മൾ എപ്പോഴും അത് കണ്ടോണ്ടിരിക്കാന്നുള്ളതല്ല. ഇപ്പൊ എന്തെങ്കിലും റീൽസ് അയക്കുന്നുണ്ടെങ്കിൽ അത് കണ്ടു എന്നൊരു സാധനം അയക്കുന്നത് അത് മറ്റേ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് അത് കുറച്ചുകൂടെ യൂസ്ഫുൾ ആയിരിക്കും, എളുപ്പമായിരിക്കും എന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പം ഡെയിലി ഒരു റീൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് കണ്ടു എന്നുള്ളത് ഓക്കെ. ഡെയിലി ഒരു 10 എണ്ണം അല്ലെങ്കിൽ ഒരു 20 എണ്ണം ഒക്കെ ആണെങ്കിൽ നമ്മളിത് കാണും. നമ്മളിപ്പോ ഇത് കാണും. ഇപ്പം നീ എനിക്കൊരു റീൽ അയക്കുന്നു, അത് ഞാൻ എടുക്കും, ഇത് സ്വൈപ്പ് ചെയ്ത് മുകളോട്ട് ഞാൻ വിടുന്ന സമയത്ത് അത് എൻ്റെ അറ്റൻഷൻ സ്പാനിൻ്റെയും കുഴപ്പമായിരിക്കും. ഞാനത് മൊത്തം കാണണമെന്ന് പോലുമില്ല. ചിലപ്പോൾ എനിക്ക് ഉദ്ദേശിച്ചത് മനസ്സിലാവാം. ചിലപ്പോൾ വീട് വൃത്തിയാക്കി ഇടുന്നതിൻ്റെ ആയിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേഷൻ്റെ സാധനങ്ങളൊക്കെ ആയിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ ഒരു ബോയ് ഗേളിനോട് പറയേണ്ട സംഭവങ്ങളൊക്കെ ആയിരിക്കാം. അങ്ങനെ പല കാര്യങ്ങളായിരിക്കും ഹസ്ബൻഡ് ആൻഡ് വൈഫ് പരസ്പരം പങ്കുവയ്ക്കുന്നത്. ഓൾറെഡി ഈ റീല് കണ്ട് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു കണ്ടന്റ് കിട്ടും. ഓക്കെ, ഇതിവളായിരിക്കും ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞിട്ട് നമ്മൾ തിരിച്ച് അവളുടെ ചാറ്റിലോട്ട് പോയി കഴിഞ്ഞാലേ അവിടെ 2 ക്ലിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മൾ എന്താ ചെയ്യുന്നത്, ഈ റീലേ ക്ലിക്ക് ചെയ്യുന്നു, അത് തള്ളി വിട്ട് അടുത്ത റീലിലോട്ട് പോകുന്നു. ദിവസം 10 റീൽസ് ഒക്കെ അയക്കുന്നത് നോക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഡെയിലി ഒരെണ്ണം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. അപ്പൊ ഡെയിലി ഒരു റീൽ വെച്ച് അങ്ങനെ ഗേൾസ് ഡെയിലി ഒരു റീൽ വെച്ച് അയക്കുക. അപ്പം വോയിസ് നോക്കുന്നതായിരിക്കും. ഓക്കെ, അത് നമുക്ക് പരിഗണിക്കാവുന്ന ഒരു കാര്യമാണ്. പ്രതിനിധിയായി ഇപ്പൊ നമ്മുടെ ഫോണിന്റെ യൂസേജ് കൂടിയത് കൊണ്ട് തന്നെ നമ്മൾ നേച്ചറുമായിട്ട് കുറേ ഡിറ്റാച്ച്ഡാണ്. അതായത് നമുക്കിപ്പോൾ ഫ്രീ ടൈം കിട്ടിയാൽ തന്നെ ഒന്ന് ഇറങ്ങി നടക്കാനോ ഫോണിൽ നിന്നും കുറച്ച് സമയം മാറി നേച്ചറുമായിട്ട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്താൽ തന്നെ നമ്മുടെ
മെന്റൽ ഹെൽത്തിനെ ഭയങ്കരമായിട്ട് അത് ഇമ്പ്രൂവ് ചെയ്യും. നീ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതായത് നേച്ചറിൽ, മണ്ണിൽ അല്ലെങ്കിൽ പുല്ലിൽ നമ്മൾ കുറേ നേരം നമ്മൾ ചെരുപ്പിടാതെ ചവിട്ടി നിൽക്കുമ്പോഴത്തേക്കും അതൊരു പ്രത്യേക ഫീലാണ്. ഞാൻ ഏതോ വീഡിയോയിൽ ഇങ്ങനെ കണ്ട്, സത്യത്തിൽ സോഷ്യൽ മീഡിയ വഴി തന്നെ കിട്ടിയ ഇൻഫർമേഷൻ ആണ്. പക്ഷെ ഞാനത് ട്രൈ ചെയ്ത് നോക്കി. ഞാൻ ഇപ്പോൾ ഈ പുല്ലിലൊക്കെ നമ്മൾ ചെരുപ്പിടാതെ നടക്കുന്ന ഒരു 10 മിനിറ്റ് നടന്നാൽ മതി, അല്ലെങ്കിൽ വെറുതെ നിന്നാൽ മതി, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു മൈതാനത്ത് പോയിട്ട് കുറേ നേരം ഇങ്ങനെ കിടക്കണം. അതൊക്കെ അപ്പം കിട്ടുന്നൊരു ഫീലുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിലോ ഡിപ്രഷൻ ഉണ്ടെങ്കിലോ അതൊക്കെ എങ്ങോട്ട് പോകുന്നു നമുക്കൊരു പിടുത്തവും കിട്ടത്തില്ല. ഇങ്ങനെ പറയാറില്ലേ, നമ്മൾ തന്നെയാണ് നേച്ചർ. നമ്മുടെ കയ്യിലെ ഇപ്പം ഈ ഫിംഗർ പ്രിന്റ് ഉണ്ടല്ലോ, ഇത് നമ്മുടെ മരത്തിന്റെ തടിയിലെ ഫിംഗർ പ്രിന്റ്സ് അത് ഇതുപോലെ തന്നെ ഇരിക്കും. ശരിയാ. അപ്പൊ നമ്മുടെ ബോഡിയായിട്ടും നേച്ചറിന് ഭയങ്കര കണക്ഷൻ ഉണ്ട്. ഈ ബ്ലഡ് വെസൽസ്, പുഴകള്, അതെ 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 അതെ, അങ്ങനെ കുറേ കണക്ഷൻ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ അതിനുവേണ്ടി ഒരു ദിവസം ഒരു 10 മിനിറ്റ് ചിലവാക്കിയാൽ മതി. ചെറിയ ചെറിയ സ്മോൾ സ്റ്റെപ്സ് എടുത്ത് തുടങ്ങുക. ഇപ്പോൾ ഒരു ദിവസം ഫോൺ മാറ്റി വെച്ച് ഇന്ന് ഞാൻ ഫോൺ എടുക്കാതെ ഒരു 10 മിനിറ്റ് വീടിന് പുറത്തോട്ട് നടന്നാൽ മതി. 10 മിനിറ്റ് അങ്ങനെ നടക്കുന്ന എല്ലാ ദിവസവും അങ്ങനെ ഒരു ടൈം കൊടുക്കുക. അപ്പോൾ തന്നെ ഇപ്പം ആ 10 മിനിറ്റെങ്കിലും ഫോണില്ലാതെ, ഫോൺ എന്നാ വന്നത്, ഇപ്പം നമുക്ക് ഫോണില്ല 10 മിനിറ്റ് പോലും ഇരിക്കാൻ പറ്റില്ലെന്ന് പറയുന്നത് തന്നെ ഒരു അഡിക്ഷൻ ആണെന്ന് മനസ്സിലാവുമല്ലോ. അപ്പം അങ്ങനെ മാറ്റി വെച്ച് പുറത്ത് നടക്കാൻ ഇറങ്ങുമ്പോൾ ഫോൺ എടുക്കാതെ ഇറങ്ങുക. ഇപ്പം എല്ലാവർക്കും എന്ത് കണ്ടാലും ഇപ്പോൾ ഫോട്ടോ എടുക്കണം, ഡോക്യുമെന്റ് ചെയ്യണം. അതൊരു മെമ്മറിക്ക് വേണ്ടി ആയിരിക്കും. പക്ഷെ ആ മൊമെന്റ് എൻജോയ് ചെയ്യുന്നതിന് പകരം അപ്പം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അത് ക്യാപ്ചർ ചെയ്യാനാണ്. പക്ഷെ ക്യാപ്ചർ ചെയ്യുന്നതിന് പകരം ചില മൊമെന്റ്സ് നമ്മൾ എൻജോയ് ചെയ്താൽ മതി. ക്യാപ്ചർ ചെയ്യണമെന്നില്ല, നമ്മുടെ മൈൻഡിൽ ചിലത് നിൽക്കണമല്ലോ. അതായത് ഇപ്പൊ നമ്മൾ ഒറ്റയ്ക്ക് ഇറങ്ങണ്ട, നമ്മുടെ പാർട്ട്ണറിനെ കൂട്ടി ഇറങ്ങി രണ്ടുപേരും മൊബൈൽ ഫോൺ എടുക്കാതെ ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ പോട്ടെ ഒരു അരമണിക്കൂർ ഡെയിലി സ്പെൻഡ് ചെയ്യാൻ പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പം കാർഡിയോളജിസ്റ്റ് ഒക്കെ പറയും അരമണിക്കൂർ നടക്കുന്നത് നമ്മളുടെ ഹൃദയത്തിന് നല്ലതാ, ശരീരത്തിന് നല്ലതാന്നുള്ളത്. അതേപോലെ തന്നെ നമ്മുടെ മനസ്സിന് അരമണിക്കൂറെങ്കിലും നടക്കുന്നത് മിനിമം. അതേപോലെ തന്നെ നമ്മൾക്ക് അരമണിക്കൂറെങ്കിലും മൊബൈൽ ഫോൺ എടുക്കാതെ അല്ലെങ്കിൽ നമ്മൾ സോഷ്യൽ മീഡിയയിൽ നമ്മുടെ സമയം ചെലവഴിക്കാതെ നമ്മളുടെ വൈഫിന്റെ കൂടെ, നമ്മുടെ മക്കളുടെ കൂടെ, അവരെ ഒരു തരത്തിലും വേറെ ഒരു ഡിസ്ട്രാക്ഷനും ഇല്ലാതെ ഒരു ക്വാളിറ്റി ടൈം ഡെയിലി, ഒരു ക്വാളിറ്റി ടൈം നമ്മൾ ഫിക്സ് ചെയ്യണം. അപ്പൊ കുട്ടികൾ ഇപ്പൊ നമ്മള് കാണിച്ചു കൊടുത്തു, നമ്മൾ എല്ലാ ദിവസവും മൊബൈൽ ഫോൺ, പണ്ടായിരുന്നെങ്കിൽ പേരൻസ് പറഞ്ഞു കൊടുത്തന്നെ മൊബൈൽ ഫോൺ ഇത്ര ഉപയോഗിക്കാറുണ്ട്. ഇപ്പൊ പേരൻസും കുട്ടികളെക്കാൾ കുട്ടികൾ പേരൻസിനെ കണ്ടല്ലേ പഠിക്കുന്നത്. ഇപ്പൊ പേരൻസിന് മൊബൈൽ ഫോൺ മാറ്റി വെക്കാൻ പറ്റുന്നില്ല. അപ്പൊ നമുക്ക് കുട്ടികളോട് പറയാൻ പറ്റുമോ നീ ഫോൺ എടുക്കരുതെന്നുള്ളത്? കാരണം അവന്റെ അച്ഛനെയും അമ്മയും എപ്പോഴും ഫോണിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വീഡിയോ കാണുന്നതല്ലേ അവൻ കണ്ടോണ്ടിരിക്കുന്നത്. അതെ, ഇപ്പൊ നമുക്കറിയാം മൊബൈൽ ഫോൺ ഇപ്പോൾ ഉള്ള ആൾക്കാരുടെ ബിസിനസിനെയും ജോലിനെയും അവരുടെ സോഷ്യൽ ലൈഫിനെയും ഒക്കെ ഏതെങ്കിലും ഒക്കെ തരത്തിൽ സ്വാധീനിക്കുന്നുണ്ട് മൊബൈൽ ഫോൺ. ഉറപ്പായിട്ട് ഇതിന്റെ നല്ല കുറെ വശങ്ങൾ, മൊബൈൽ ഫോണും ഇന്റർനെറ്റും എ ഒക്കെ വന്നതിന് ശേഷം ഇൻഫർമേഷൻ കിട്ടാനുള്ള ഒരുപാട് മാർഗം നമുക്കിപ്പോൾ നമ്മുടെ മുന്നിലുണ്ട്. ഇപ്പോൾ ഒരാളും അറിവില്ലാത്തവനായിട്ട്, വിവരം കുറഞ്ഞവനായിട്ട് നമ്മുടെ സമൂഹത്തിലില്ല. കാരണം ആർക്കും വിവരം അത് മറ്റൊരു തരത്തിലൊരു പ്രശ്നവുമാണ്. കാരണം ഏതെങ്കിലും ഒരു ന്യൂസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വൈറലായ വീഡിയോ കണ്ടില്ല എന്ന് പറയുന്നത് ഭയങ്കര കുറച്ചിൽ ആൾക്കാർക്ക്. അതെങ്ങനെയും കാണണം, എല്ലാ വൈറൽ വീഡിയോസും കണ്ടിരിക്കണം. അന്ന് ആ വീഡിയോ നീ കണ്ടില്ലേ എന്ന് ചോദിക്കുന്നത് ഭയങ്കര ഹ്യൂമിലേറ്റിംഗ് ആയി ഇപ്പോഴത്തെ ആൾക്കാർക്ക്. അതുകൊണ്ടാണ് ഈ റീൽസ്, നാട്ടിലുള്ള റീൽസ് എല്ലാം ഞാൻ കണ്ടിരിക്കണം എന്ന് പറയുന്നത്. കറക്റ്റാ. അത് കുട്ടികളുടെ കാര്യത്തിൽ ആലോചിച്ച് നോക്ക്. ഇപ്പൊ പണ്ട്, ഇപ്പൊ ഞാൻ എന്റെയൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അന്ന് ഓർക്കുട്ട് എന്ന് പറഞ്ഞൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആയിരുന്നുള്ളത്. നമുക്ക് ഇപ്പോഴത്തെ കുട്ടികൾക്ക് അത് അറിയാവുന്ന പോലും അറിയത്തില്ല. ഓർക്കുട്ട് എന്ന് പറഞ്ഞൊരു ഫേസ്ബുക്ക് ഒക്കെ പോലെ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉണ്ടായിരുന്നു. അതിനകത്തിൽ ഇപ്പം ഇത് മെസ്സേജ് അയക്കുന്ന പോലെ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പോസ്റ്റ് ഇടുന്ന പോലെ സ്ക്രാപ്പ് അയക്കുന്ന ഒരു പരിപാടിയായിരുന്നു. അപ്പോൾ ഞാൻ പഠിച്ച സ്കൂളിൽ ഈ പറഞ്ഞ പോലെ ബാക്കിയുള്ളവരുടെ എല്ലാം വീട്ടിൽ ഇന്റർനെറ്റും കമ്പ്യൂട്ടറും എല്ലാം ഉണ്ട്. എൻ്റെ വീട്ടിൽ അത്ര ഇന്റർനെറ്റും കമ്പ്യൂട്ടറും ഒന്നും ആ സമയത്തില്ല. അപ്പം ഇവർ ഈ ക്ലാസ്സിലിരുന്ന് ഇതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓർക്കുട്ടിൽ കയറി സ്ക്രാപ്പ് അയച്ചു, ഇന്റർനെറ്റ് പരിപാടികൾ ഇതൊക്കെ പറയുന്ന സമയത്തേക്ക് ഞാൻ ആ സമൂഹത്തിൽ ഒറ്റപ്പെടുന്ന പോലെ ഒരു ഫീല് വരുന്നുണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ഒരു കൂട്ടുകാരുണ്ടായിരുന്നു അജയ്, ഞങ്ങൾ രണ്ടുപേരുടെ ഒരു ഇന്റർനെറ്റ് കഫേ പോയിട്ട് ഇതെന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ട്, അന്ന് 6ാം ക്ലാസ്സിൽ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയമാണ്. ഓർക്കുട്ടിനിൽ ഞാൻ 2 സ്ക്രാപ്പ് വെച്ചു. എൻ്റെ ഒരു മെയിൽ ഐ ഡി അവൻ ഉണ്ടാക്കി തരുന്നു. അന്ന് ഗൂഗിളിലോ യാഹൂലോ എന്തോ ആണ്, എനിക്ക് കൃത്യം ഓർമ്മയില്ല. എന്നിട്ട് ഞാനൊരു സ്ക്രാപ്പ് അവന് തന്നെ അയക്കുക. അപ്പം ആ സമയത്ത് കിട്ടി എനിക്കൊരു നിർവൃതി കിട്ടി സത്യത്തിൽ. കാരണം ഞാൻ ഇനി തൊട്ട് ഒറ്റപ്പെടുന്നില്ല. പല കാര്യത്തിനും കുട്ടികൾ ബുള്ളിങ് നേരിടാറുണ്ട്. എനിക്ക് ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഇല്ല, അല്ലെങ്കിൽ നിനക്ക് ഫേസ്ബുക്ക് അക്കൗണ്ട് ഇല്ലേ, അപ്പോൾ അവരൊരു സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ടു പോകും. അവരുടെ കമ്മ്യൂണിക്കേഷനിൽ നമുക്കൊന്നും പറയാൻ ഒന്നും കൊടുക്കാനില്ലെന്നായി പോകും. ഇൻസ്റ്റഗ്രാമിനെ കുറിച്ചോ അല്ലെങ്കിൽ അതിന്റെ കാര്യങ്ങളെ കുറിച്ചോ ഒരു കൂട്ടുകാർ സംസാരിക്കുമ്പോൾ അയ്യോ അതെന്താണെന്നറിയാതെ ഒരു കുട്ടി അവിടെ നിൽക്കുമ്പോൾ ആ കുട്ടിക്ക് അവിടെ സംസാരിക്കാൻ ഒന്നുമില്ല. അപ്പൊ അടുത്ത തവണ സംസാരിക്കാൻ ആ കുട്ടീനെ കൂട്ടണമെന്നില്ല, അവനെ ഗ്യാങ്ങിൽ നിന്ന് വേണേ പുറത്താക്കപ്പെടും. അപ്പൊ നമ്മൾ വീട്ടുകാർ ഇപ്പം കുട്ടിക്ക് മൊബൈൽ കൊടുക്കാതിരുന്നാൽ അല്ലെങ്കിൽ അവനെ സോഷ്യൽ മീഡിയയിൽ നിന്ന് ടോട്ടലി അകറ്റി നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവനൊരു സമൂഹത്തിൽ ചിലപ്പോൾ നാളത്തെ ഒരു സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോയേക്കാം. പക്ഷേ ടെക്നിക്കലി അറിവുണ്ടായിരിക്കുക എന്നത് വേറെ, ഒരു സാധനത്തിൽ അഡിക്ഷൻ ഉണ്ടാവുക എന്ന് പറയുന്നതും വേറെ. നമുക്ക് ഒരു മനുഷ്യനെ സംബന്ധിച്ചുള്ള ഒരു കാര്യത്തിൽ ഒരു പരിധി വിട്ട്
സ്നേഹിച്ചു കഴിഞ്ഞാൽ അത് അഡിക്ഷൻ ആയി പോകും. അത് എന്തും ആയിക്കോട്ടെ, ഇപ്പം പ്രണയമോ മറ്റു ബന്ധങ്ങളോ അല്ലെന്നുണ്ടെങ്കിൽ ടെക്നോളജിയോ ആയിക്കോട്ടെ, നമ്മളൊരു ഒരു പരിധി വിട്ട് നമ്മൾ സ്നേഹിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലൊരു അഡിക്ഷൻ ആയിരിക്കും. കാരണം അത് ഡിപ്പെൻഡൻസി ആയിപ്പോൾ. ഇപ്പം ഡിപ്പെൻഡൻസി അഡിക്ഷനും രണ്ടാണ് എന്നുള്ളൊരു വാദം ഉണ്ടെങ്കിൽ പോലും നമുക്ക് ആ ഡിപ്പെൻഡൻസിയിലൂടെ അഡിക്ഷനായി നമുക്ക് അതില്ലാതെ പറ്റില്ല എന്നുള്ളൊരു രീതിയിലോട്ട് നമ്മുടെ മെന്റൽ ഹെൽത്തിനെ ബാധിക്കും എന്നുള്ളത് കൊണ്ടാണ് അതിൽ നമ്മളൊരു ബൗണ്ടറി കണ്ടെത്തേണ്ടത്. ഇപ്പൊ ഈ മെന്റൽ ഹെൽത്തിനെ പറ്റി പറഞ്ഞില്ലേ, ഇപ്പൊ ഒരു റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം ആയിട്ട് നമ്മൾ ഭയങ്കര സാഡ് ആയിട്ടിരിക്കുക. പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്സാപ്പിന്റെ DP കളയാന്നുള്ളതായിരുന്നു ഇത്. ഇപ്പൊ റീൽസ് സ്റ്റോറി ഇടും, പക്ഷേ ആ സമയത്ത് നമ്മൾ ഇൻസ്റ്റഗ്രാം തുറന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ വരുന്ന റീൽസ് ഫുള്ള് ഈ പാർട്ണറിന്റെ കുറ്റങ്ങള്, ഇൻസ്റ്റഗ്രാം അൽഗോരിതം എന്ന് പറയുന്നത് ഒരു ഭയങ്കര മേഖല തന്നെയാണ്. അത് നമ്മൾ എന്ത് മൂഡിലാണോ ഇരിക്കുന്നത് ആ ഒരു റീല് കണ്ട് നമ്മൾ അത് ഒരു 5 സെക്കൻഡ് കണ്ടാൽ വരുന്ന റീൽസ് അടുത്തത് മൊത്തം അതിന് റിലേറ്റ് ചെയ്തായിട്ടായിരിക്കും. സ്വാഭാവികമായിട്ടും നമ്മളുടെ മെന്റൽ പീസിനെയും മറ്റേ ആളോട് നമുക്കുള്ള ദേഷ്യത്തിനെയും ഒക്കെ ഇതിങ്ങനെ കൂട്ടി വേറെ സമാധാനം തരുന്നതിന് പകരം സമാധാനത്തിന് വേണ്ടി ആയിരിക്കും ചിലപ്പോൾ റീൽസ് സ്ക്രോൾ ചെയ്യുക എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ അതിന് പകരം അത് നമ്മുടെ സമാധാനം കളയുക ചെയ്യുക. ഈ ഇൻസ്റ്റഗ്രാമിൻ്റെ അൽഗോരിതം അങ്ങനെ വർക്ക് ചെയ്യുന്നത്. നമ്മളെ വീണ്ടും ഇങ്ങനെ ടോക്സിക് ആക്കി വിട്ടുകൊണ്ടിരിക്കത്തേ ഉള്ളൂ. ആ ഓരോ ഇൻസിഡൻസിങ് നമുക്ക് അപ്പം ഈ റിലേറ്റബിലിറ്റി നമ്മൾ മൈൻഡിലേക്ക് എടുക്കും. ഇങ്ങനെയൊക്കെയാണ് പ്രശ്നങ്ങൾ. അപ്പം അതുവരെ ചിന്തിക്കാത്ത കാര്യങ്ങൾ ചിലപ്പോൾ ഇൻസ്റ്റഗ്രാം നമുക്ക് പറഞ്ഞു തരും. അപ്പോൾ അതിനൊക്കെ ഒരു ബൗണ്ടറി വയ്ക്കുക. ഏറ്റവും വിഷമിച്ചിരിക്കുമ്പം നമുക്ക് തന്നെ അത് മനസ്സിലാവും, ഇതെന്താ എല്ലാം എനിക്ക് റിലേറ്റബിളായി വരുന്നതെന്ന് തോന്നുമ്പോൾ ഫോൺ താഴെ വെക്കുക. അല്ലെങ്കിൽ വീണ്ടും നമ്മുടെ മൈൻഡ് അവിടെ കൂടുതൽ പ്രശ്നമായി വരത്തേ ഉള്ളൂ. നമ്മൾ അറിഞ്ഞുകൊണ്ട് എഫേർട്ട് ഇടണം ഇതിൽ നിന്ന്. കാരണം എല്ലാവർക്കും ആഗ്രഹമുണ്ട് സോഷ്യൽ മീഡിയയിൽ നിന്ന് കുറച്ച് സമയം ഡിറ്റാച്ച്ഡ് ആവണം. നമുക്ക് പറ്റാറില്ല. നമുക്കിത് ഫോൺ നമ്മുടെ കയ്യിൽ വേണം. നമുക്ക് ഫോൺ ഇല്ലാതെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഒരു അവയവം പോലായി മാറിയിട്ടുണ്ട് ഫോൺ. നമുക്ക് ഇതില്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ നൊമോഫോബിയ വരും. അപ്പൊ ഇപ്പം നമുക്ക് സത്യത്തിൽ ഇപ്പം എൻ്റെ ഫോൺ എൻ്റെ കയ്യിൽ ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഫോൺ എടുക്കാൻ മറന്നിട്ട് വീട്ടിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്നത്തെ ദിവസം എനിക്ക് അങ്ങനെ ഒരു സംഭവം സംഭവിക്കാറില്ല. എന്നാൽ അപ്പം തന്നെ സ്പോട്ടിൽ പോയി തിരിച്ചെടുത്തിട്ട് വരും. നമ്മളത് ഫോൺ മറക്കുക എന്ന് പറയുന്നൊരു സംഭവം ഇപ്പം ഇല്ല, പണ്ടുണ്ടായിരുന്നു തോന്നുന്നു. പക്ഷെ പണ്ടത്തെ അപേക്ഷിച്ച് പണ്ട് ഇങ്ങനെ എല്ലാവരും പറയുമല്ലോ, പണ്ട് ഇത്ര ഫോൺ ഉപയോഗമില്ല അതില്ലെന്നൊക്കെ പറയും. പക്ഷെ പണ്ടത്തെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കീപാഡ് ഫോൺ ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് കോൾ ചെയ്യാൻ മാത്രമാണ്. അപ്പം അതിൽ ഗെയിം ആണെങ്കിൽ മറ്റേ പാമ്പിൻ്റെ ഒരു ഗെയിം കാണും, അതേ ഉള്ളൂ ആ ഫോണിൽ. അത്രയും ഫെസിലിറ്റീസ് ഉള്ളൂ. പണ്ട് ഈ പാമ്പിന്റെ ഗെയിം കളിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം നമ്മുടെ ചേട്ടന്മാരുടെ അല്ലെങ്കിൽ അങ്കിൾമാരുടെ അല്ലെങ്കിൽ അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ ആയിരിക്കും ഈ കീപാഡ് ഫോണുള്ളത്. അത് ഒരു വട്ടം ഒന്ന് കളിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുട്ടിക്കാലത്ത് ഇതൊന്ന് വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. ഇപ്പം നമുക്ക് വീഡിയോ കാണണമെങ്കിൽ, ഗെയിം കളിക്കണമെങ്കിൽ, ഒരു ഫ്രണ്ടിനോട് സംസാരിക്കണമെങ്കിൽ, റിസർച്ച് ചെയ്യണമെങ്കിൽ, പഠിക്കണമെങ്കിൽ, ഏതിനും ഫോൺ. ബാങ്കിങ് എന്ത് ചെയ്യണമെങ്കിൽ അത് ഫോൺ മതി. ഇപ്പം പറഞ്ഞില്ലേ പുറത്തോട്ടൊന്ന് ഇറങ്ങുന്ന കാര്യം ഫോൺ ഇല്ലാതെ. എല്ലാ ചെറിയ കടകളിൽ പോലും UPI ഉണ്ട്. ഇപ്പം നമുക്ക് പൈസ എന്ന് പറഞ്ഞ ലിക്വിഡ് എമൗണ്ട് നമ്മൾ കൈ കൊണ്ട് നടക്കുന്ന ഒരു ശീലവേ നമുക്കില്ല. പണ്ട് ഐഡിയയുടെ ഒരു പരസ്യം ഉണ്ടായിരുന്നു. പണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ നാൾ മുന്നേ ഐഡിയയുടെ ഒരു പരസ്യം ഉണ്ടായിരുന്നു, മൊബൈൽ ടു മൊബൈല് പൈസ അയച്ചു കൊടുക്കാം എന്നുള്ള രീതിയിൽ. എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് വന്നൊരു പരസ്യമാണ്. അന്ന് ഇത് കണ്ട് എല്ലാവരും അത്ഭുതപ്പെട്ടു പോയി. അതായത് അന്ന് റീചാർജ് ചെയ്യുന്ന പോലെ തന്നെ എൻ്റെ കയ്യിലുള്ള ബാലൻസിലുള്ള കുറച്ച് എമൗണ്ട്, എൻ്റെ അന്ന് മൊബൈലിൽ പൈസ കയറ്റുമല്ലേ, ഇന്നത്തെ പോലെ അൺലിമിറ്റഡ് കോളൊന്നും അല്ലല്ലോ. 100 രൂപ എൻ്റെ ഫോണിലുണ്ടെന്നുണ്ടെങ്കിൽ ആ 100 രൂപ അപ്പുറത്തിരിക്കുന്ന ഒരു മീൻ വിൽക്കുന്ന ഒരു ചേച്ചിക്ക് ഈ പറയുന്ന 100 രൂപ അയച്ചു കൊടുക്കുന്നു, ചേച്ചി തിരിച്ച് ഈ ഫോണിൽ കൂടെ അയച്ചു തരുന്നു എന്നുള്ളൊരു പരസ്യം ഉണ്ടായിരുന്നു. ഈ പരസ്യം അന്ന് കണ്ടിട്ട് ഇതൊക്കെ സംഭവിക്കുമോ എന്നുള്ള രീതിയിൽ ആശ്ചര്യപ്പെട്ടു പോയി. ഇന്ന് സത്യത്തിൽ ക്യാഷ് കൊണ്ട് ക്യാഷ് കൊടുക്കുമ്പോഴാണ് ഇവ ക്യാഷോ എന്ത് ക്യാഷ് കൊടുക്കുമ്പോ കടക്കാർ വരെ ഞെട്ടുവാ. സത്യമാ, ഇവന്റെ ക്യാഷോ ഇത് കള്ളപ്പണമാണെന്നാ ചോദിക്കുന്നത് കൈ ക്യാഷ് കൊണ്ട് കടന്നു കഴിഞ്ഞാൽ. ഇപ്പൊ PVR പോലുള്ള സിനിമ അവര് ക്യാഷ് എടുക്കത്തില്ല. PVRൽ ക്യാഷ് അക്സെപ്റ്റ് ചെയ്യത്തില്ല. നമ്മൾ ലിക്വിഡ് എമൗണ്ടുമായിട്ട് PVRൽ പോയിട്ട് സിനിമ കാണാനോ അല്ലെങ്കിൽ പോപ്കോൺ മേടിക്കാനോ മേ ബി ആയിരിക്കാം. പൈസ എന്ന് പറഞ്ഞ സംഭവം ടോട്ടലി ഡിറ്റാച്ച്ഡ് ആയി നമ്മുടെ അടുത്ത്. അപ്പൊ UPI ഇപ്പൊ നമുക്ക് ഫോൺ ഇല്ലെന്നുണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് പേയ്മെന്റ് ചെയ്യാൻ പറ്റും? ഇപ്പം ഫോൺ വിത്തൗട്ട് ഇന്റർനെറ്റ് നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം ചെയ്യാൻ പറ്റുന്നത് എന്താ, അതിൽ ഫോട്ടോ എടുക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഗെയിം കളിക്കാം. ഇന്റർനെറ്റിന്റെ ഒരു കടന്നുവരവോടെ ഇന്റർനെറ്റ് ഇത്രയും സജീവമായതിനു ശേഷമാണ് ഫോൺ നമ്മുടെ ഡെയിലി ലൈഫിനെ ഇത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പൊ നമ്മൾ റീൽസ് കാണുവാണെങ്കിൽ തന്നെ നമ്മൾ ഒരു ജന്മം മൊത്തം കണ്ടാൽ തീരാത്ത പോലത്തെ റീൽസ് സോഷ്യൽ മീഡിയയിലുണ്ട്. കാരണം ദിവസം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതൊക്കെ എപ്പോഴും നമ്മൾ മൈൻഡ്ഫുൾ ആയിരിക്കുക എന്നുള്ളത് ഉള്ളിൽ ചെയ്യാൻ പറ്റുന്ന കാര്യം. നമ്മൾ എന്താണ് ഇപ്പം ചെയ്യുന്നത്, എത്ര നേരം, ഇപ്പം 1 മണിക്കൂർ റീൽസ് കണ്ടിരിക്കാമെന്ന് വിചാരിക്കും. പക്ഷേ ഒരു ഹാഫ് ഡേ അങ്ങനെ പോവും. എന്തായാലും ഇന്ന് ഹാഫ് ഡേ പോയി, ഇന്നൊരു മൂഡില്ല. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇന്നെന്താ മൂഡില്ലാത്ത, ഒരു സുഖമില്ല, സ്ട്രെസ്സാണ്, ഡിപ്രഷനാണ്, അങ്ങനെയൊക്കെ വിചാരിക്കും. അത് എന്തുകൊണ്ടാണ്? നമ്മൾ പുറത്തിറങ്ങുന്നില്ല, 2 ആൾക്കാരെ കാണുന്നില്ല. നമ്മൾ ഇപ്പോൾ എല്ലാവരും ഇൻട്രോവേർട്ടുകളെ മാറിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ കോമഡിക്ക് ഇൻവെർട്ടർ എന്ന് പറയുന്ന പോലെ എല്ലാ ഇൻവെർട്ടറുകളാണ് മൊത്തം, എല്ലാവരും ഇൻട്രോവേർട്സ് ആണ് ഇപ്പം.
അതെന്താ, അവരെല്ലാവരും ഈ ഫോണിലേക്ക് ചുരുങ്ങി. നാലാളെ കാണാനോ പുറത്തിറങ്ങിയ ആൾക്കാരോട് സംസാരിക്കാനോ ഒന്ന് പ്രകൃതിയിലേക്ക് ഇറങ്ങാനോ ഫോൺ മാറ്റി വെച്ച് ഫോണിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആയിട്ട് നമ്മുടെ അടുത്തിരിക്കുന്ന ആളോട് സംസാരിക്കാൻ പോലും ആൾക്കാർക്ക് പറ്റുന്നില്ല. അടുത്ത് രണ്ടുപേർ ഇരിക്കുകയാണെങ്കിലും എനിക്ക് ഭയങ്കര ഓക്വേർഡായിട്ട് തോന്നും. ചിലപ്പോൾ രണ്ടുപേര് അടുത്ത് ഇരിക്കുമായിരിക്കും, പാർട്ട്നേഴ്സ് ആയിരിക്കും, നല്ല ഫ്രണ്ട്സ് ആയിരിക്കും, പക്ഷെ അവരിങ്ങനെ ഫോൺ തോണ്ടിക്കൊണ്ടിരിക്കും. ഒരു കുഞ്ഞു ലൈഫല്ലേ ഉള്ളൂ. അപ്പോൾ ഉള്ള ടൈം നമ്മൾ ഫോണുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാതെ നമ്മുടെ കൂടെ ഇരിക്കുന്ന ആളുമായിട്ട് അത് സ്പെൻഡ് ചെയ്താൽ നമ്മുടെ മെൻ്റൽ ഹെൽത്തിന് നല്ലതാണ്, നമ്മുടെ റിലേഷൻഷിപ്പിന് നല്ലതാണ്. ഇപ്പം റിലേഷൻഷിപ്സിലൊക്കെ സോഷ്യൽ മീഡിയ കാരണം ഈ മൂഡ് സിങ്സിന്റെ കാര്യം പറഞ്ഞില്ലേ, ഒന്നാമതേ പെൺകുട്ടികൾക്ക് ഓൾറെഡി മൂഡ് സിങ്സ് ആണെന്നാണ് ഇത് പറയുന്നത്. ഇപ്പൊ ആണുങ്ങൾക്ക് മൂഡ് സിങ്സ് ഉണ്ടെന്ന് നമ്മൾ അംഗീകരിച്ചു തുടങ്ങി. ഈ മൂഡ് സിങ്സിനെ ഭീകരമായിട്ട് ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. സോഷ്യൽ മീഡിയയുടെ യൂസ് മൂഡ് സ്വിങ്സ് കൂട്ടാൻ ഭയങ്കരമായിട്ട് കാരണമാവുന്നുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞാൽ 3 മണിക്കൂറിൽ കൂടുതൽ, 3 മണിക്കൂറുള്ള 4 മണിക്കൂറുള്ള 1 ഡേ ഫുള്ള് റീൽസ് സ്ക്രോൾ ചെയ്തിരിക്കുമ്പം അത് നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ ഭയങ്കരമായിട്ട് ബാധിക്കുന്നുണ്ട്. നമ്മൾ പുറത്തിറങ്ങുന്നില്ല, കാറ്റ് കൊള്ളുന്നില്ല, എന്താ നമ്മുടെ റൂമിൽ 4 ചുവരിൽ ഇരുട്ടത്ത് ലൈറ്റ് പോലും ഇടത്തില്ല, ഫോൺ സ്ക്രോൾ ചെയ്തുകൊണ്ട് ആ ബ്ലൂ ലൈറ്റിൽ ഇരിക്കുകയാണ്. അത്ര അൺഹെൽത്തി ആയിട്ടുള്ളൊരു കാര്യം വേറെ ഇല്ല. അപ്പം നമുക്ക് വിശക്കത്തില്ല, ഫുഡ് കഴിക്കണമെന്നില്ല, വേറെ ആരോട് സംസാരിക്കണമെന്നില്ല. അപ്പം അങ്ങനെ നമ്മൾ സോഷ്യൽ ജീവികളായ മനുഷ്യർ അങ്ങനെ ഒരു റൂമിൽ ഒരു സ്ക്രീനിൽ ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരുന്ന ആർക്കായാലും മൂഡ് സ്വിങ്സ് വരും, ഡിപ്രഷൻ വരും. ഇപ്പം അവർ ഇങ്ങനെ ഹാപ്പി റീല് കണ്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്തത്, പിന്നെ അവർക്ക് അവർ പോലും അറിയാതെ ഒരു മൂഡ് സ്വിങ്സ് വന്നു, എന്താണെന്നറിയില്ല, ഭയങ്കര ഡൗൺ ആയി, റീസൺ അവർക്കും അറിയില്ല. അപ്പം വീണ്ടും ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല, പിന്നെ റീൽസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം വരുന്നു അതാ ഒരു കാരണം എന്താണെന്ന് അറിയാതെ മൂഡ് ഓഫ് വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു റീല് വരുന്നു. ശരിയാണല്ലോ, എന്റെ ഇപ്പോഴത്തെ അവസ്ഥ അതാണല്ലോ. അപ്പൊ അത് സ്ക്രോൾ ചെയ്യുന്നു. അങ്ങനെ നമുക്ക് ഇല്ലാത്ത പ്രശ്നങ്ങൾ ഇൻസ്റ്റാഗ്രാം നമുക്ക് കാണിച്ചു തരും. അത് വലിയ വലിയ മൂഡ് സ്വിങ്സിലേക്ക് നയിക്കത്തേ ഉള്ളൂ. അപ്പം അങ്ങനെ മൂഡ് സ്വിങ്സ് തോന്നുന്ന സമയത്ത് അല്ലെങ്കിൽ ഡൗൺ ആവുന്ന സമയത്ത് സോഷ്യൽ മീഡിയ മാറ്റി വയ്ക്കാൻ അല്ലെങ്കിൽ ഫോണിൻ്റെ യൂസ് നിർത്തി വയ്ക്കാൻ ഓർക്കണം. അല്ലെങ്കിൽ ആ സ്റ്റേജിലേക്ക് എത്തുന്നതിന് മുന്നേ അതിനൊരു അവസരം കൊടുക്കരുത്. ഇത്ര മണിക്കൂറിന് ശേഷം ഫോൺ യൂസ് ചെയ്യരുതെന്ന് ആദ്യം തന്നെ തീരുമാനിക്കുക. സോഷ്യൽ മീഡിയ ഒരാളെ ഇൻട്രോവേർട്ട് ആക്കും എന്നുള്ള രീതിയിൽ ഇപ്പം പറഞ്ഞില്ലേ, സത്യത്തിൽ ഇൻട്രോവേർട്ടുകളുടെ ഒരു ലോകമാണെന്ന് തോന്നുന്നു ഇനി വരാനുള്ളത്. ശരിക്കും അങ്ങനെ എനിക്ക് തോന്നുന്നുണ്ട്. ഇപ്പം ടോട്ടലി ഫുൾ ടൈം ഇരുന്ന് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവനൊരു ലൈവ് സ്ട്രീം തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ അതൊരു വരുമാന മാർഗ്ഗമായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പം യൂട്യൂബിൽ കുത്തിയിരുന്ന് വീഡിയോസ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ സോഷ്യലി അത്ര ഇടപെടാതെ സ്വന്തമായിട്ടിരുന്ന് വീഡിയോസ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്ക് അത് അവർക്ക് ഒരു മോണിറ്റൈസ് ആയി അതിലൊരു വരുമാനം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോഷ്യലി ഇപ്പം അത്രത്തോളം ഇടപെടേണ്ട ഒരു ആവശ്യമില്ല. ഞാൻ വളരെ രസകരമായിട്ട് അല്ലെങ്കിൽ വളരെ അത്ഭുതപ്പെട്ട ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വീഡിയോ തന്നെയാണ്. അതായത് 10 പേരെന്ന് പറഞ്ഞാൽ ഇത്രയാണ്, 100 പേരെന്ന് പറഞ്ഞാൽ ഇത്രയാണ്, 1000 പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ഓഡിറ്റോറിയം നിറയാണ്, 10,000 പേരെന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേഡിയം നിറയെ ആണെന്നുള്ള രീതിയിൽ. അപ്പൊ നമ്മൾ ഈ 1000 ലൈക്ക് കിട്ടിയത് 10,000 ലൈക്ക് കിട്ടിയതൊക്കെ ഭയങ്കര കുറവായിട്ട് ഇപ്പൊ കാണുക. അതിന്റെ ഒരു പ്രധാന കാര്യം നമ്മൾ കമ്പയർ ചെയ്യുക. ഇപ്പൊ നമ്മൾ കമ്പയർ ചെയ്യുന്ന ഒരു ഇൻഫ്ലുവൻസറിനെ വെച്ചിട്ടായിരിക്കും. അവരുടെ പ്രൊഫഷൻ ആയിരിക്കും അത്. അവരവരുടെ പ്രൊഫഷനിലെ ഒരു ക്യാമറമാനെ ഹയർ ചെയ്ത് അവർ കണ്ടന്റ് പ്രിപ്പയർ ചെയ്ത് അവരൊരു ബ്രാൻഡുമായിട്ട് കൊളാബറേറ്റ് ചെയ്തൊരു സാധനം ഒരു വീഡിയോ കണ്ടന്റ് ചെയ്യുന്നു. അതിന് ചിലപ്പോൾ നല്ല വ്യൂസ് കിട്ടുന്നു, ലൈക്സ് കിട്ടുന്നു. പക്ഷെ അതുപോലെ എഫോർട്ട് ഇടുന്ന വ്യൂസ് കിട്ടാത്ത ഇൻഫ്ലുവൻസേഴ്സും ഉണ്ട്. പക്ഷെ നമ്മൾ എപ്പോഴും ഇങ്ങനെ ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കുറേ സാധനങ്ങൾ കണ്ട് തള്ളുന്നത് കൊണ്ട് തന്നെ നമ്മൾ കമ്പയർ ചെയ്യും. ഇപ്പോൾ ഒരു 500 പേര് നമ്മുടെ ഒരു പോസ്റ്റ് ലൈക്ക് ചെയ്തു എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. ഒരു 500 പേര് ഒരു ഹോളിൽ നിൽക്കുന്ന നമുക്ക് വേണ്ടി അപ്ലോഡ് ചെയ്യുന്നതെന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. അത് തന്നെയാണ് നമുക്ക് ആ കമൻറ്റിൽ ലൈക്കിലൂടെ കിട്ടുന്നത്. പക്ഷെ അത് ആൾക്കാർക്ക് വലിയ കാര്യമല്ല. കാരണം അവർ കാണുന്നത് 100K ലൈക്സ്, 1 മില്യൺ ലൈക്സ് ഒക്കെ കാണുന്നവർക്ക് ഒരു 500 പേര് ലൈക്ക് ഒന്നുമില്ലെന്ന് വിചാരിക്കും. അപ്പം അങ്ങനെ വാലിഡേഷന് വേണ്ടി ഈ സോഷ്യൽ മീഡിയ തിരഞ്ഞെടുക്കുന്ന ഒരു വലിയ കൂട്ടം ആൾക്കാരുണ്ട്. അവരെങ്ങനെ ഡ്രസ്സ് ചെയ്യണം, വേറെ ആൾക്കാരെ കണ്ടിട്ട് കമ്പയർ ചെയ്തിട്ട് ഇതാണ് നല്ലത് അല്ലെങ്കിൽ ഇതാണ് കറക്റ്റ്, ബ്രാൻഡ്സ് യൂസ് ചെയ്യുക, ഇതൊക്കെ ആൾക്കാരുടെ വാലിഡേഷൻ. ഞാനിത് ചെയ്യുന്നത് എൻ്റെ ആവശ്യത്തിനേക്കാൾ ഉപരി ഇത് സോഷ്യൽ മീഡിയയിൽ ഇട്ടാൽ എനിക്ക് കിട്ടുന്ന ആൾക്കാരും അവർക്കതുണ്ട് എന്ന് പറയുന്ന ഒരു എന്താ പറയുക, ആ ഒരു ആൾക്കാർ അങ്ങനെ കാണണം എന്ന് ആഗ്രഹിച്ച് ചെയ്യുന്ന ആൾക്കാരിന്ന് കുറെ കൂടുതലുണ്ട്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഒരുപാട് റീല് കാണുന്നുണ്ട്. അപ്പോൾ ഓരോ റീല് കാണുമ്പോഴും നമുക്ക് ഒരു ക്രിയേറ്റർ ആവണമെന്നൊരു സ്വാഭാവികമായിട്ടൊരു തോട്ട് വരാറുണ്ട്. അപ്പോൾ നമ്മളത് ട്രൈ ചെയ്യാറുണ്ട്. പലരും റീൽസ് എടുക്കുന്നുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ യൂട്യൂബ് വീഡിയോസ് എടുക്കുന്നുണ്ട്. പക്ഷേ അവർ ഒരു 10 വീഡിയോ ഒക്കെ എടുക്കുക കഴിയുമ്പോഴത്തേക്കും ഇതിന് ലൈക്ക് ഇല്ലല്ലോ, ഇതിന് ഷെയർ ഇല്ലല്ലോ, അല്ലെങ്കിൽ ആരും കമൻറ്റ് ചെയ്യുന്നില്ലല്ലോ, ഇതിന് ഒട്ടും വ്യൂസ് ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നിരാശരായിട്ട് അവർ ആ ശ്രമം അവിടെ ഉപേക്ഷിക്കും. എന്നിട്ട് ഈ പറഞ്ഞ ബാക്കിയുള്ള വീഡിയോസിനെ എല്ലാം കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യും. ഇപ്പോൾ സോഷ്യൽ മീഡിയ ഓപ്പൺ അല്ലേ, എല്ലാവർക്കും വേണ്ടി ഓപ്പൺ. അപ്പോൾ അതിൽ ചെയ്ത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്ത് അങ്ങനെ എത്തിയവരാണ് ഈ ഇൻഫ്ലുവൻസേഴ്സും. അവർ ഒരു കാലത്ത് ഒന്നുമല്ലായ്മയിൽ നിന്ന് 1 വീഡിയോ ഇട്ട് 2 വീഡിയോ ഇട്ട് 100 വീഡിയോ ഇട്ട് അങ്ങനെ അവരുടെ കൺസിസ്റ്റൻസി കൊണ്ട് അവർ ബിൽഡ് ചെയ്തെടുത്തതാ. അപ്പോൾ 10 വീഡിയോ കൊണ്ട് തളർന്നു പോകുന്നവർ തളർന്നിരിക്കത്തേ ഉള്ളൂ, ചെയ്യേണ്ടവർ അവിടെ ചെയ്യും. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആവാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നൊരു മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ഒരു കൺസ്യൂമർ ആവാതെ നമ്മളൊരു ക്രിയേറ്റർ ആവുക.
അതായത് നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ കൺസ്യൂം ചെയ്യുമ്പോൾ നമുക്ക് ഈ റീൽസ് കാണാനാണ് നമ്മൾ ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കും. അത് മണിക്കൂറുകളോളം നമ്മൾ കണ്ടുകൊണ്ടിരിക്കും. പക്ഷേ ഇതിൻ്റെ ക്രിയേറ്റർ സൈഡിലൊന്നും നമ്മൾ ചിന്തിച്ച് നോക്കണം. ഇത് നിർമ്മിക്കാനൊരു ശ്രമമില്ലേ, അതിന് ഇനിഷ്യേറ്റീവ് വേണ്ടേ, അതിനൊരു സമയം വേണ്ടേ. അപ്പോൾ ആ സമയത്ത് നമ്മൾ മൊബൈൽ സോഷ്യൽ മീഡിയയിൽ ഡയറക്റ്റ്ലി നമ്മൾ യൂസ് ചെയ്യാതെ നമ്മൾ ആ ശ്രമത്തിൽ നമ്മൾ ടൈം ഇൻവെസ്റ്റ് ചെയ്യും. അപ്പം നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മളൊരു ഡിപ്രഷൻ സ്റ്റേജിലോട്ടോ അല്ലെങ്കിൽ വേറൊരു ഡിലമ സ്റ്റേജിലോട്ടോ ഒന്നും പോവാതെ നമ്മൾ ആ ക്രിയേഷൻ പ്രോസസ്സിനെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ നമുക്ക് ചിലപ്പോൾ അതൊരു വരുമാന മാർഗ്ഗമായി മാറാൻ പറ്റും. കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ സോഷ്യൽ മീഡിയയിൽ റീൽസ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ, അല്ലെന്നുണ്ടെങ്കിൽ വീഡിയോസ് പോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ പറഞ്ഞ ഒരു കൺസ്യൂമർ മൈൻഡ് സെറ്റിൽ നിന്ന് മാറിയിട്ട് ഒരു ക്രിയേറ്റർ മൈൻഡ് സെറ്റിലോട്ട് മാറാൻ ഉള്ളൊരു സാധ്യതയുണ്ട്. പിന്നെ സോഷ്യൽ മീഡിയയിൽ കാണുന്നത് അതേപടി വിശ്വസിക്കേണ്ട കാര്യവുമില്ല. ഇപ്പോൾ ഒരു ഇൻഫ്ലുവൻസറിൻ്റെ വീഡിയോ ഞാൻ ഈ പറഞ്ഞല്ലോ, അവർ പ്രൊഫഷണലി ഒരു ബ്രാൻഡിന് വേണ്ടി ചെയ്യുന്ന ഒരു തരത്തിലുള്ള ഒരു പരസ്യമാണത്, ഒരാഡായിരിക്കും അവർ ചെയ്യുക. അങ്ങനെ എന്തെല്ലാം ഇപ്പം ഒരുപാട് അങ്ങനത്തെ കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്ന ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ടല്ലോ നമുക്കിപ്പോൾ ചുറ്റി. ഇപ്പം എല്ലാവരും ഇൻഫ്ലുവൻസേഴ്സ് ആണ്, ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ എല്ലാവരും ഇൻഫ്ലുവൻസേഴ്സ് ആണ്. അപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്നത് എല്ലാം സത്യമല്ല, എല്ലാം നമുക്ക് കൺസ്യൂം ചെയ്യാനുള്ളതല്ല എന്നുള്ള ഒരു ബോധ്യത്തോടെ ചെയ്യുക. അല്ലെങ്കിൽ ഇതൊരു ആഡാണെന്ന് കണ്ടാൽ അത് അതിനെ അതായിട്ട് എടുക്കുക. അല്ലെങ്കിൽ ഇത് ആ ഇൻഫ്ലുവൻസർ യൂസ് ചെയ്യുന്ന സാധനമാണ്. എന്തെങ്കിലും കോസ്മെറ്റിക്സ് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ആയിക്കോട്ടെ, കോസ്മെറ്റിക്സ് ഇപ്പോൾ അതിൻ്റെ ഒരു ഏരിയയാണ്. ശരിയാ, ഭയങ്കര. ഇപ്പം ഒരു പ്രോഡക്റ്റ് ഇറങ്ങിയാൽ അത് നമ്മുടെ സ്കിന്നിന് എങ്ങനെയാണ്, എന്താണ് എൻ്റെ സ്കിന്ന്, അതറിഞ്ഞിട്ട് ഇപ്പോൾ ഒരു ഡോക്ടറെ കാണുന്ന പോലും ഇല്ല, നമുക്കിനെ ട്രൈ ചെയ്യാം. അതല്ലാതെ ഇപ്പം ട്രെൻഡിൻ്റെ പുറകെ അങ്ങനെ ഹെൽത്തിൻ്റെ കാര്യത്തിലും കോസ്മെറ്റിക്സിൻ്റെ കാര്യത്തിലൊന്നും പോവാതെ എല്ലാം കൺസ്യൂം ചെയ്യാതിരിക്കുക, ആവശ്യമുള്ളത് എടുക്കുക. പണ്ട് ഇപ്പം ടി വി മാത്രമുള്ള സമയത്ത് ഇപ്പം നമുക്ക് അറിയാവുന്ന ആൾക്കാർ നമ്മുടെ നാട്ടിലെ കുറേ പേരെ നമുക്ക് അറിയാൻ പറ്റും. അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അറിയാവുന്നത് ഈ സിനിമാ താരങ്ങളെ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരെ അല്ലെങ്കിൽ സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ മാത്രമായിരിക്കും. ഇന്ന് സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം നമുക്ക് ഒരുപാട് ആൾക്കാരെ അറിയാം. അപ്പോൾ ഈ ആൾക്കാരെ ഇപ്പോൾ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്ന ആൾക്കാരെ നമുക്ക് എല്ലാവരെയും അറിയാം. ടി വിയിൽ നമ്മളൊരു പരസ്യം കാണുമായിരുന്നു പണ്ട്, ബൂസ്റ്റിൻ്റെ അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കോംപ്ലാൻ്റെ ഒക്കെ പരസ്യം കാണുന്നു, ഇപ്പം അല്ലെങ്കിൽ മെഡിമിക്സിൻ്റെ ലെക്സിൻ്റെ ഒക്കെ പരസ്യം കാണുന്നു. അപ്പം നമ്മൾ അത് കണ്ടിട്ടായിരുന്നു നമ്മൾ കൂടുതലും നമ്മൾ പർച്ചേസ് ചെയ്തുകൊണ്ടിരുന്നത്. ആ ഒരു ബ്രാൻഡ് ഇപ്പം അത് അത്രയും ഒരു പരസ്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ അത്രയും സ്പെൻഡ് ചെയ്യണം. അപ്പം എന്തായാലും അവരവരുടെ ഹൈജീൻ സ്റ്റാൻഡേർഡിലും അല്ലെന്നുണ്ടെങ്കിൽ അവരൊരു ക്വാളിറ്റിയിൽ അവർ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യുന്നില്ല. കാരണം ടി വിയിൽ ഒരു പരസ്യം ഇടുക എന്ന് പറഞ്ഞാൽ അത്രയും കോസ്റ്റ്ലിയാണ്. അത്രയും പൈസ ഉള്ള അല്ലെങ്കിൽ അത്രയും ആ ഒരു സ്റ്റാൻഡേർഡ് മീറ്റ് ചെയ്യാൻ പറ്റുന്നവർ മാത്രമേ പറ്റൂല. കാരണം അത് ആ ബ്രാൻഡ്സ് ആയിരിക്കും പരസ്യം ചെയ്യുന്നത്. ആ പരസ്യങ്ങൾ മാത്രമാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഇന്നതല്ല സ്റ്റേജ്. ഇന്ന് ആർക്കും പരസ്യം ചെയ്യാം. ഇന്ന് ഒരു ഇൻഫ്ലുവൻസറിനെ വെച്ചിട്ട് നമുക്കൊരു വീഡിയോ കൊളാബ് ചെയ്ത് കഴിയുന്ന സമയത്ത് അവരുടെ ഇപ്പം അവരെ നമുക്കറിയാം, ഈ ഇൻഫ്ലുവൻസ് നമുക്കറിയാം, ഇവർ പറയുന്നത് കൊണ്ട് തന്നെ ഇത് ശരിയാവാം എന്നുള്ളൊരു സ്വാഭാവികമായിട്ടുള്ള തോന്നൽ നമുക്ക് വരും. അത് ചിലപ്പോൾ ആ പ്രൊഡക്റ്റ് അവർ യൂസ് ചെയ്തിട്ട് പോലും കാണത്തില്ല. ഇപ്പം ഇൻഫ്ലുവൻസേഴ്സ് അത് നോക്കി ചെയ്യുക, അവരെ ഭയങ്കര എത്തിക്കലായിട്ട് ചെയ്യുക, അങ്ങനെയൊക്കെ പറയാം. പക്ഷെ അവരുടെ ഒരു ജോലിയല്ലേ അത്. ഇപ്പം അവര് ഇപ്പം നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം അവർക്ക് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. നമ്മുടെ റെസ്പോൺസിബിലിറ്റി മാത്രമാണ്. അവരെ ഒരിക്കലും കുറ്റം പറയുകയല്ല. കാരണം അവർക്കിപ്പോൾ യൂട്യൂബിൽ നിന്നോ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ നിന്നും മാത്രം കിട്ടുന്ന വരുമാനം കൊണ്ട് അവർക്ക് ചിലപ്പോൾ ഉപജീവനം കഴിക്കാൻ പറ്റണമെന്നില്ല. അവർ ഈ ബ്രാൻഡ് കൊളാബറേഷൻ വഴി തന്നെ ആയിരിക്കും അവർ ജീവിക്കുന്നത്. പക്ഷേ അത് സോർട്ട് ചെയ്യേണ്ട, അതിനകത്തൊരു റെഗുലേഷൻ വെക്കേണ്ടത് നമ്മൾ സ്വയമാണ്. നമ്മൾ മൈൻഡ്ഫുൾ ആയിട്ട് നമുക്ക് എന്താണോ വേണ്ടത് അത് കൺസ്യൂം ചെയ്യുക. സോഷ്യൽ മീഡിയയ്ക്ക് ഒരു ബൗണ്ടറി വെച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുക. ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ റിലേഷൻഷിപ്പിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കുറേ അൺറിയലിസ്റ്റിക് എക്സ്പെക്ടേഷൻസിനെ മീറ്റ് ചെയ്യാനായിട്ട് ഈ സോഷ്യൽ മീഡിയ ഭയങ്കരമായിട്ട് അതിനെ കുറെ ട്രിഗർ ചെയ്യുന്നുണ്ട്. ശരിക്കും ഇങ്ങനെ ആയിരിക്കണം ലൈഫ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഇപ്പോൾ ഒരു സെലിബ്രിറ്റി കപ്പിൾ ആയിക്കോട്ടെ, ഒരു വർഷത്തിൽ അവർ 3-4 തവണ ഇൻ്റർനാഷണൽ ട്രിപ്പുകൾ പോകുന്നു, ഫുൾ ടൈം കറങ്ങി നടക്കുന്നു, നല്ല ഫുഡ് കഴിക്കുന്നു, നല്ല ഡ്രസ്സ് ഇടുന്നു. കാരണം എന്താ, ഇവരുടെ ഹാപ്പി മൊമെന്റ്സ് മാത്രമാണ് ഇവർ സോഷ്യൽ മീഡിയയിൽ പ്രൊജക്റ്റ് ചെയ്യുന്നത്. അത് കണ്ടിട്ട് നമ്മൾ അൺറിയലിസ്റ്റിക് ആയിട്ട് ആലോചിക്കണം. എല്ലാ ദിവസവും വൈഫിന് ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കുന്ന ഒരു ഹസ്ബൻഡ്, എല്ലാ ദിവസവും ട്രിപ്പ് പോകുന്ന ഒരു കപ്പിള്, അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ അൺറിയലിസ്റ്റിക് ആയിട്ട് ചിന്തിക്കും. ഈ സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഇത്രയും ഇൻവോൾവ് ആയതുകൊണ്ട് തന്നെ സത്യത്തിൽ അതല്ല റിയാലിറ്റി എന്നും കൂടെ തിരിച്ചറിയണം. ശരിയാ. അതായത് ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നത് അവരുടെ ലൈഫിൻ്റെ ഏറ്റവും നല്ല മൊമെന്റ്സ് മാത്രമായിരിക്കും. അവർ പർപ്പസ്ഫുള്ളി ക്യാപ്ചർ ചെയ്തത് കൂടെ ആയിരിക്കാം. അപ്പം നമ്മൾ വിചാരിക്കുന്നത് എന്താ, ഇതാണ് അവരുടെ ലൈഫ്, അല്ലെന്നുണ്ടെങ്കിൽ ഇതാണ് ഒരു സക്സസ്ഫുൾ ലൈഫിൻ്റെ ഡിറ്റർമിനേഷൻ എന്നുള്ള രീതി നമ്മൾ ചിന്തിച്ച് അതിൽ നമ്മുടെ മനസ്സ് ഉടക്കി കിടന്ന് എനിക്കിതൊന്നും പറ്റുന്നില്ലല്ലോ, അല്ലെങ്കിൽ എൻ്റെ ലൈഫ് ഇങ്ങനെ ആണല്ലോ, ഇവരിങ്ങനെയൊക്കെ ചെയ്യുന്നു, എനിക്കിത് പറ്റുന്നില്ലല്ലോ എന്നുള്ളത് ഭയങ്കര ഒരു. എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ട്, ചട്ടംപീസ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലില്ലേ, അപ്പോൾ അവർ കസിൻസ് എല്ലാവരും കൂടെ വീഡിയോ ചെയ്യുന്നു, അവർ ഭയങ്കര ഫണ്ണിയാണല്ലോ, അയ്യോ ഇതെനിക്ക് ഇതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, എനിക്കും കുറേ കസിൻസ് ഉണ്ട്, എനിക്കിതൊന്നും പറ്റുന്നില്ലല്ലോ എന്ന് ഓർത്ത് വിഷമിച്ചിരുന്നു എന്നോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അവര് ഒരു അവസരം വന്നു, അവരെല്ലാവരോടും ഒരു വീഡിയോ ചെയ്തു, കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ചെയ്ത് ഇട്ടു,
അതൊരു വരുമാന മാർഗ്ഗമാക്കി അവരത് കൺവേർട്ട് ചെയ്തു. അവർക്കത് ചെയ്തുകൊണ്ടിരിക്കാൻ, ഇപ്പം നമ്മൾ കുറേ ഫ്രണ്ട്സ് ചെയ്ത് ചുമ്മാ കളിച്ച് വീഡിയോ എടുത്തുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. അതിനൊരു വരുമാന മാർഗ്ഗം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. പക്ഷെ വരുമാന മാർഗ്ഗത്തിലേക്ക് എത്താനും ഒരു സ്റ്റേജ് ഉണ്ടല്ലോ. അത് ആ ഒരു ടൈമിൽ അത് അവർക്ക് പറ്റി എന്നും പറഞ്ഞ് എല്ലാവരും അത് ചെയ്യണമെന്നല്ലല്ലോ. ഇപ്പൊ ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് അല്ലെങ്കിൽ യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടും എന്ന് അറിഞ്ഞതിൽ പിന്നെ ഇത് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം ഭീകരമായിട്ട് കൂടി. ഇപ്പൊ പെട്ടെന്നൊരു സാധനം ചെയ്താൽ കുറെ കാശ് കിട്ടും, പെട്ടെന്നൊരു ഇൻഫ്ലുവൻസർ ആകാം, അങ്ങനെയൊക്കെ ചിന്തിച്ച് തന്നെ കുറെ പേര് വന്നവരുണ്ട്. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഈ പറഞ്ഞ ലിവിങ് സ്റ്റാൻഡേർഡ്സ് കണ്ട് ഇതെനിക്ക് പറ്റുന്നില്ലല്ലോ എന്നോർത്ത് ഡിപ്രഷൻ അടിച്ച് ഒരു കാര്യത്തിലും അവർക്ക് ചിലപ്പോൾ പല കാര്യങ്ങളിൽ ഇൻട്രസ്റ്റും പാഷനും ഉണ്ടാവും. ഇതൊന്നും ചെയ്യാൻ പറ്റാതെ ഇവർ നിരാശയിൽ പോകുന്നൊരു കാര്യമുണ്ട്. ഇപ്പം നമുക്ക് ഫോൺ നമ്മളെ ഡിപ്രഷനിലോട്ട് തള്ളിവിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണത്. കാരണം ഈ ലിവിങ് സ്റ്റാൻഡേർഡ്സ് പലരുടെയും സെലിബ്രിറ്റീസിൻ്റെ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ഇപ്പോൾ റിച്ച് ആയിട്ടുള്ള ആൾക്കാരുടെയൊക്കെ ലിവിങ് സ്റ്റാൻഡേർഡ്സ് നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. എൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയല്ലോ, ഇതൊക്കെയല്ലേ ചെയ്യേണ്ടത്. ഇത് പാർട്ട്നേഴ്സിന്റെ ഇടയിൽ ഒരു പ്രശ്നമാവാറുണ്ട്. അതായത് ഇപ്പൊ ഒരു ഗേൾ അവളുടെ ബോയ് ഫ്രണ്ട് അവൻ അങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്, എന്റെ ബോയ് ഫ്രണ്ട് എന്തുകൊണ്ട് എനിക്കിത് ചെയ്തു തരുന്നില്ല എന്ന് ഇവളുടെ മനസ്സിലുണ്ടാവും. ഉറപ്പായിട്ടും ഉണ്ടാവും. അങ്ങനെ ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമുക്ക് മൂഡ് സ്വിങ്സ് കൂടാൻ കാരണമാണ്. ഒന്നാമത്തെ മണിക്കൂറിൽ കൂടുതൽ റീൽസ് സ്ക്രോൾ ചെയ്താൽ ഡിപ്രഷൻ വരുമെന്ന് സയന്റിഫിക് സ്റ്റഡി പറഞ്ഞിട്ടുണ്ട്. അയ്യോ, അത് ഭയങ്കര പ്രോബ്ലമാണ്. കാരണം ഇപ്പൊ 3 മണിക്കൂറിൽ കൂടുതൽ എന്തായാലും നമ്മൾ സ്ക്രോൾ ചെയ്യും. അപ്പൊ എന്തായാലും നമുക്ക് ഡിപ്രഷൻ വരാനുള്ള സാധ്യത കൂടുതലാണ്. അതെ, ഒന്നാമത് ഇപ്പൊ ഡിപ്രഷൻ ആൻസൈറ്റി എന്നൊക്കെ പറയുന്നത് കോമൺ ആയി മാറി. മൂഡ് സ്വിങ്സിനെ പോലും നമ്മൾ ഡിപ്രഷൻ ഇപ്പൊ പറയാ. ശരിയാ, എല്ലാവരും ഇപ്പൊ ഡിപ്രസ്ഡാ. അപ്പൊ അതങ്ങ് യൂസ്ഡ് ആയ ആൾക്കാർക്ക്. അപ്പൊ അതിൽ നിന്ന് എങ്ങനെ പുറത്തു കിടക്കാന്ന് നമ്മൾ ചിന്തിക്കണമല്ലോ. 3 മണിക്കൂറിൽ കൂടുതൽ നമ്മൾ സ്ക്രീൻ ടൈം വെക്കരുത്. ഇപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും നമ്മൾ എത്രത്തോളം എല്ലാവരുടെയും ഫോണിൽ അറിയാലോ, സ്ക്രീൻ ടൈം എത്രയാണെന്ന് നോക്കി അറിയാൻ പറ്റും. അത് ഒരു വലിയ നമ്പർ തന്നെ ആയിരിക്കും എന്തായാലും തോന്നുന്നുണ്ട്. ഒന്നും ഇല്ലെങ്കിലും വെറുതെ എപ്പോഴും എടുത്ത് നോക്കും. നോട്ടിഫിക്കേഷൻ വരുന്നില്ലെങ്കിൽ പോലും വെറുതെ ഫോൺ എടുത്ത് നോക്കിക്കൊണ്ടിരിക്കും. ഇപ്പം നമുക്ക് അർജൻസി ഇല്ലാത്ത ആപ്പുകളുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഓഫ് ചെയ്തിടുക. അതൊരു തരത്തിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ ഒരു ടൈം കഴിഞ്ഞാൽ അല്ലെങ്കിൽ 9 മണി 10 മണി കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ആപ്പുകളും ഓഫ് ചെയ്യുന്ന പോലത്തെ ആപ്പ് നമ്മുടെ ഫോണിൽ തന്നെ ഉണ്ടല്ലോ. അങ്ങനെ ഫോണിൽ അങ്ങനെ എന്തെങ്കിലും ഒരു സിസ്റ്റം ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊരു പരിധി വരെ ഇതിൻ്റെ ഒരു നിയന്ത്രണം കൊണ്ടുവരാം. ഉറക്കത്തെ ഭയങ്കരമായിട്ട് ബാധിക്കുന്നുണ്ട്. ഇപ്പൊ നമുക്ക് ഉറക്കം വരുന്നില്ല എന്നുള്ളൊരു തോന്നലോ എന്ന് വിചാരിച്ചോ? എന്താ ഇൻസോംനിയ. അപ്പൊ ഉറക്കമില്ലാത്ത അവസ്ഥ. മൊബൈൽ ഫോൺ നോക്കിയിരുന്ന് നമുക്ക് ഉറക്കം വരില്ല. നമ്മൾ റീല് കണ്ട് നമ്മള് 3 മണിയായി 4 മണിയായി ബ്രെയിൻ ആക്റ്റീവ് ആയിക്കൊണ്ടേ ഇരിക്കും. ഒന്നാമത് ബ്ലൂ ലൈറ്റ് അടിക്കുമ്പോൾ നമ്മുടെ സ്ലീപ്പിംഗ് മെലാറ്റോണിൻ ഹോർമോൺ പ്രൊഡക്ഷൻ ഉണ്ടാവില്ല, ഒന്നാമത്തെ കാര്യം. അതിന്റെ കൂടത്തില് നമ്മുടെ ബ്രെയിൻ ഈ കാണുന്ന ഇൻഫർമേഷൻസ് കൊട്ടിക്കൊണ്ടിരിക്കുക നമ്മുടെ ബ്രെയിനിലേക്ക്. ഓരോ റീലിലും എന്തെല്ലാം ഇൻഫർമേഷൻസ്, ഇത്ര ഇൻഫർമേഷൻസ് നമുക്ക് ആവശ്യമില്ല. പണ്ട് കാലത്താണെങ്കിൽ അത് ഞാൻ ഇവിടെ വായിച്ചിട്ടുള്ളൊരു കാര്യം എനിക്ക് ഭയങ്കര റിലേറ്റബിൾ ആയിട്ട് തോന്നി, ഭയങ്കര ജെന്യൂൻ ആയിട്ട് തോന്നി. പണ്ട് കാലത്താണെങ്കിൽ ഒരു ആക്സിഡൻറ്റ്, ഇപ്പം നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു ആക്സിഡൻറ്റ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ വേറൊരു നാട്ടിലുള്ള ആൾ എങ്ങനെ അറിയാം? അയാൾ അറിയില്ല. അങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയില്ല. ഇപ്പം ന്യൂസുകളൊന്നും അയാൾ അറിയില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും അത്ര അത്യാവശ്യമാണെങ്കിൽ മാത്രം ഇപ്പോൾ ഫോൺ ചെയ്ത് പറയല്ലേ, കത്തയക്കുക, അങ്ങനെയൊക്കെയാണ് അറിയുന്നത്. ഇന്ന് അങ്ങനല്ല. ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തോളം ഇൻഫർമേഷൻ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുക. ദുരന്ത വാർത്തകൾ, ആക്സിഡൻസ്, ആൾക്കാർ മരിക്കുന്നത്, കൊല്ലുന്നത് തുടങ്ങി രാവിലെ സോഷ്യൽ മീഡിയ തുറന്നാലും പത്രം തുറന്നാലും എല്ലാം ഇതല്ലേ ഉള്ളത്. ഈ ഇത്രയും ന്യൂസുകൾ നമ്മളിങ്ങനെ തലയിലേക്ക് ബംപ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കുക. ഇത്ര ഇൻഫർമേഷൻ നമുക്ക് ആവശ്യമില്ല. പല നാട്ടിൽ നടക്കുന്ന സംഭവങ്ങൾ നമ്മൾ അറിയുന്നുണ്ട്. അതല്ലാതെ AI ജനറേറ്റഡ് വീഡിയോസ് നമ്മളിൽ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഏതാ റിയൽ വീഡിയോ എന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത ഇപ്പൊ ഒരു സിപ്പ് ലൈനിൽ ഒരു പുള്ളിക്കാരി ഇങ്ങനെ ആക്സിഡന്റ് AI വീഡിയോ അത് കണ്ടാൽ മനസ്സിലാവില്ല. ഒരു കടയിലുള്ള ഒരു പുള്ളിനെ പുലി വന്ന് പിടിക്കുന്ന ഒരു AI വീഡിയോ. ഇതൊക്കെ പക്കാ വീഡിയോ. പണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കുറച്ച് നാൾ മുന്നേ വരെ നമ്മൾ ഈ പല സ്ഥലങ്ങളിലുള്ള സാധനങ്ങൾ നമ്മൾ അറിയുന്നുണ്ടായിരുന്നു, ഒരുപാട് ഇൻഫർമേഷൻ വരുന്നുണ്ടായിരുന്നു. ഇപ്പം ജെനുവിൻ ഏതാ, ഇത് AI ഏതാന്ന് അറിയാൻ പറ്റാത്ത തരത്തിലുള്ള ലോകത്തിലോട്ട് നമ്മൾ മാറിക്കൊണ്ടിരിക്കുക. ഭയങ്കരമായിട്ട് നമ്മൾ ജാഗരൂകരായിട്ടിരുന്നാലേ നമുക്കൊരു സർവൈവൽ മൂഡിലോട്ട് കയറാൻ പറ്റുള്ളൂ. പിന്നെ നെഗറ്റീവ് കണ്ടന്റിനോട് ആൾക്കാർക്ക് എപ്പോഴും ഒരു ഇൻട്രസ്റ്റ് കൂടുതലുണ്ടല്ലോ. അത് കറക്റ്റ് ആയിട്ടുള്ള കാര്യം. കാരണം ഇപ്പോൾ യൂട്യൂബിലാണെങ്കിൽ നമ്മൾ നെഗറ്റീവ് തമ്പിട്ട് കഴിഞ്ഞാൽ അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്കൊരു സർവൈവൽ ബയാസിസ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ. ഇപ്പൊ സുനാമി വരുന്നു എന്നൊരു വാർത്ത, അത് എന്തായാലും നമ്മൾ ആസ് എ ഹ്യൂമൻ നമ്മൾ അത് ക്ലിക്ക് ചെയ്യും, ക്യൂരിയോസിറ്റി ഉണ്ടാകും. കാരണം എനിക്കത് സർവൈവ് ചെയ്തേ പറ്റത്തുള്ളൂ. ഇനി അങ്ങനെ വന്നാൽ അത് എൻ്റെ ജീവിതത്തെയും എൻ്റെ ടോട്ടൽ ലൈഫിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അതേപോലെ തന്നെ നെഗറ്റീവ് ന്യൂസസ് എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അത് ക്ലിക്ക് ചെയ്യാനുള്ള ടെൻഡൻസി വരുന്നത് ഈ പറഞ്ഞ സർവൈവൽ ബയാസിസ് ഉള്ളത് കൊണ്ട് ആണ്. അതിനെ യൂസ് ചെയ്ത് നെഗറ്റീവായിട്ട് യൂസ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. നെഗറ്റീവ് ന്യൂസ് കണ്ടിട്ട് തന്നെ അതെടുത്തിട്ട് അതിൽ ഇപ്പം താല്പര്യം ഇല്ലായിരിക്കും, എന്നിട്ട് അതിൽ കമന്റ് ഇടുന്നത്
ചീത്തവിളിയായിരിക്കും. അതെ അതെ അപ്പൊ പക്ഷെ അത് കാണാതിരിക്കുക എന്നുള്ളതല്ലേ അതിന്റെ ശരിയായ മാർഗ്ഗം. ഇപ്പൊ നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്ത, നമുക്ക് ഇഷ്ടമില്ലാത്തൊരു സാധനമാണെങ്കിൽ അത് ഫുള്ള് കണ്ട് അവരെ ചീത്ത വിളിച്ച് അപ്പൊ നമ്മൾ കൂടുതൽ അസ്വസ്ഥരാവത്തേ ഉള്ളൂ. നമ്മൾ അതിനെ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും നല്ല ശരി. അങ്ങനെ കൂടുതൽ കമന്റ് ഇടുന്ന സമയത്ത് അതിന് കൂടുതൽ റീച്ച് ആവും, കൂടുതൽ ആൾക്കാരിലോട്ട് അത് എത്തും. അതൊന്നാമത്തെ കാര്യം. നമ്മൾ ആ കമന്റ് ഇടുമ്പോ നമ്മുടെ ഉള്ളിൽ നിന്നല്ലേ വരുന്നത്, നമ്മളെ അസ്വസ്ഥരാവത്തുള്ളൂ. സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം ഫേക്ക് അക്കൗണ്ടുകൾ, അതായത് മുഖം കാണിക്കാത്ത, സ്വന്തം പേരിലല്ലാത്ത ഒരുപാട് അക്കൗണ്ടുകൾ ഉണ്ട്. അപ്പൊ അതിലൂടെ എന്തും പറയാന്നുള്ളൊരു ഇതുണ്ട്. ഇങ്ങനെ സൈബർ ബുള്ളിങ് ഒക്കെ നേടി, അതായത് നമ്മളൊരു പോസ്റ്റ് ഒക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഇഷ്ടമില്ല. ഇപ്പോൾ ബോഡി ഷെയ്മിങ് ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിൽ പൊളിറ്റിക്കലി ആൾക്കാർ ബ്ലെയിം ചെയ്യാറുണ്ട്. അങ്ങനെ കുറെ ആൾക്കാരുടെ വിചാരം സോഷ്യൽ മീഡിയയിൽ ആരെങ്കിലും ഒരു പോസ്റ്റ് ഇടുമ്പം ഇത് ഇവരുടെ പൊതുസ്വത്തായി മാറി എന്നുള്ളതാണ്. അങ്ങനെ കുറെ ആൾക്കാർ നീ കേട്ടോണം, നീ പോസ്റ്റ് ഇട്ടത് കൊണ്ടല്ലേ ഞങ്ങൾ പറയും കേട്ടോണം എന്നുള്ളത്. അത് എനിക്കൊന്നും ഒരു തരം ഒരു മാനസിക രോഗമാണ്. അത് നമുക്ക് മാറ്റാൻ പറ്റത്തില്ല. നമുക്ക് അവരെ അവോയ്ഡ് ചെയ്യാൻ മാത്രമേ, അവർക്ക് നമ്മൾ വാല്യൂ കൊടുക്കാതിരിക്കുക. അവർക്ക് വാല്യൂ ഇല്ല അങ്ങനെയുള്ളവർക്ക്, അവർക്ക് ആ വാല്യൂ കൊടുക്കാതിരിക്കുക, അവരെ അവഗണിക്കുക. അപ്പോഴാണ് അവർ കൂടുതൽ ട്രിഗർ ആവുന്നത്. എന്താണ് നിനക്ക്, അതെപ്പോഴും പണ്ട് പെൺകുട്ടികൾക്കൊക്കെ ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വരുന്ന മെസ്സേജുകളായിരിക്കും. ആദ്യം ഹായ് എന്നൊക്കെ വരും. അപ്പോൾ നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല, എന്താ ജാടയാണോ? അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല, ഓ നീ വലിയ സുന്ദരി. അപ്പം നമുക്ക് ഇവരുടെ ഈ മാപ്പ് കറക്റ്റ് പിടികിട്ടും. ഇവർ ലാസ്റ്റ് ട്രിഗർ ആവും. നിന്നെ കാണാൻ അല്ലെങ്കിലും കൊള്ളത്തില്ല, ഞാൻ നിന്റെ പുറകെ നടന്ന് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇവർ ലാസ്റ്റ് ഏറ്റവും ട്രിഗർ ആവും. അതെന്തുകൊണ്ടാണ്? ഇവർക്ക് അറ്റൻഷൻ കിട്ടുന്നില്ല. അപ്പോൾ ആ അറ്റൻഷൻ കൊടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും വലിയ റിവെഞ്ച്. അത് ചെയ്യാതിരിക്കുക. ഇപ്പോൾ കമന്റ് ഒക്കെ വരുവാണെന്നുണ്ടെങ്കിൽ അതിന് മറുപടി പറയാതിരിക്കുക. നമ്മുടെ എനർജി അവിടെ വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് നമ്മൾ പ്രിസർവ് ചെയ്യുക. അവർക്ക് വേണ്ടി ആ എനർജി വേസ്റ്റ് ചെയ്യാതിരിക്കുക. നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു ന്യൂസോ അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ വീഡിയോസ് വരുമ്പോൾ അതിന് റിയാക്ട് ചെയ്യാതിരിക്കുക. എന്ത് കേട്ടാലും റിയാക്ട് ചെയ്തിരിക്കണം എന്നുള്ളതല്ല. അങ്ങനല്ല, അത് അവോയ്ഡ് ചെയ്യേണ്ടത് അവോയ്ഡ് ചെയ്ത്. അതെ, അവോയ്ഡ് ചെയ്യേണ്ടത് അവോയ്ഡ് ചെയ്യുക. ഇപ്പൊ സോഷ്യൽ മീഡിയയുടെ ഒരു കാര്യം ചേഞ്ച് ചെയ്യണമെങ്കിൽ നീ എന്തായിരിക്കും ഒരു കാര്യം ചേഞ്ച് ചെയ്യുക? ഇപ്പോൾ നമ്മൾ സ്കൂളിലൊക്കെ സമയമില്ല, രാവിലെ 10 തൊട്ട് 5 വരെ എന്നൊക്കെ ഉള്ളൊരു ടൈം വെക്കത്തില്ലേ, ഓഫീസിലൊക്കെ ടൈം വെക്കത്തില്ലേ, അതേപോലെ ഒരു ടൈം വെക്കുക സോഷ്യൽ മീഡിയയ്ക്ക്. അതിനുശേഷം സോഷ്യൽ മീഡിയ പൂട്ടണം, അടച്ചു പൂട്ടുക. അതിനുശേഷം നമ്മൾ ഉപയോഗിക്കരുത്. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ വേറെ ഒന്നിനും സമയം കാണത്തില്ല. സോഷ്യൽ മീഡിയ വഴി നമ്മളുടെ ടൈം, നമ്മളുടെ ജീവിതത്തിൽ നമ്മുടെ വാല്യുബിളായിട്ട് നമുക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ നമുക്ക് പേഴ്സണൽ ഗ്രോത്തിന് വേണ്ടിയിട്ടും നമ്മുടെ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടും ചെയ്യേണ്ട ഒരുപാട് നല്ല സമയം ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയിൽ നമ്മൾ നശിപ്പിച്ച് കളയുക. അത് മറ്റൊരാളുടെ വെറുതെ ഉള്ള അവരുടെ എന്തെങ്കിലും ലൈഫ് സ്റ്റൈൽ പരിപാടികൾ കണ്ട് നമുക്ക് മോട്ടിവേഷൻ കിട്ടുവാണെങ്കിൽ ഓക്കെ. അതല്ല കൂടുതലും നടക്കുന്നത്. കൂടുതൽ നടന്ന് നമ്മൾ കമ്പാരിസണും വീണ്ടും ഡിപ്രഷനിലേക്ക് പോവുക ചെയ്യുന്നത്. ഇപ്പോൾ സോഷ്യൽ മീഡിയ നമ്മൾ ഒരു എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ സെൽഫ് മോട്ടിവേഷന് വേണ്ടി യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഇത്രയും നല്ലൊരു ടൂൾ വേറെ ഇല്ല. ഇൻസ്റ്റാഗ്രാം ഇപ്പോൾ പറഞ്ഞില്ലേ, ഡിപ്രഷനിലാണെന്നുണ്ടെങ്കിൽ ഡിപ്രഷൻ്റെ റീൽസ് വരും. അതേപോലെ തന്നെ നമ്മളൊരു കാര്യം പഠിക്കാൻ വേണ്ടിയിട്ട് അതിലൊന്ന് കയറി നോക്ക്, അതിനുള്ള ഒരുപാട് ഇൻഫർമേഷൻ വീഡിയോസ് അതിലൂടെ വരും. ഇപ്പോൾ നമുക്ക് സോഷ്യൽ മീഡിയയിൽ നിന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ, പുതിയ സ്കില്ലുകൾ, പുതിയ കാഴ്ചപ്പാടുകൾ, പല സ്ഥലത്തെ ജീവിത രീതികൾ, ചിന്തിക്കാൻ പോലും പറ്റാത്ത അത്ര നല്ല കാര്യങ്ങൾ നമുക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടാം. അത് സോഷ്യൽ മീഡിയയെ ആ രീതിയിൽ നല്ല രീതിയിൽ യൂസ് ചെയ്താൽ മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ സോഷ്യൽ മീഡിയ നമ്മുടെ ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സിനെ നിശ്ചയിക്കുന്നത് പോലെ തന്നെ ഉള്ളൊരു കാര്യമാണ്. ലിവിങ് സ്റ്റാൻഡേർഡ്സിനെയും സോഷ്യൽ മീഡിയ ഭയങ്കരമായിട്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അതായത് ജീവിതം എന്ന് പറഞ്ഞാൽ ഇതാണ്, ഇത്രയും ട്രാവൽ ചെയ്യണം, ഇങ്ങനെ കാശ് ചെലവാക്കണം, വലിയ വീട് വെക്കണം, ഇങ്ങനെയുള്ള വസ്ത്രങ്ങൾ ധരിക്കണം, ഇതാണ് ലൈഫ് എന്നുള്ളൊരു സാധനം സോഷ്യൽ മീഡിയ ഭയങ്കരമായിട്ട് പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്. അത് സോഷ്യൽ മീഡിയ എന്നുള്ളതല്ല, ഓരോ ആൾക്കാർ അവരുടെ ലൈഫിൽ അച്ചീവ്മെന്റ്സ് കാണിക്കുന്നത് തന്നെയാണ്. ഒരു സൈഡിലുള്ള ആൾക്കാർക്ക് ഇതെന്താ അവരുടെ മനസ്സിലേക്ക് എടുക്കുക, ഇങ്ങനെയാണ് ജീവിക്കേണ്ടത്, ലൈഫ് ഇതാണ്. അപ്പം പെർസെപ്ഷൻ ഓഫ് ലൈഫ് എന്ന് പറയുന്ന ഒരു സാധനം ഇങ്ങനെയാണെന്നുള്ളൊരു സ്റ്റാൻഡേർഡ് സോഷ്യൽ മീഡിയ നിശ്ചയിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അത് ശരിയാ. കാരണം അത് നമ്മളെ ഈ പറഞ്ഞ പോലെ മാനസികമായിട്ട് തളർത്തുന്നുണ്ടെങ്കിൽ ആ സ്പോട്ടിൽ നമ്മൾ സോഷ്യൽ മീഡിയ മാറ്റി വെക്കുക. എന്നിട്ട് നമുക്ക് ഈ പറഞ്ഞ വീടും യാത്രകളൊക്കെ ചെയ്യാനും നല്ല റിട്ടയർമെന്റ് പ്രായം നേരത്തെ ആക്കാനും ഒക്കെ പറ്റുമെന്ന് ചിന്തിച്ചിട്ട് പ്രവർത്തിക്കുക. കാരണം അത് വീണ്ടും സോഷ്യൽ മീഡിയ നോക്കി ഡിപ്രഷൻ ആയിട്ടിരുന്നു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് അതിലോട്ട് എത്തിപ്പെടാൻ പറ്റത്തില്ല. നമ്മൾ നമ്മളുടെ സ്കില്ലിൽ ഇൻവെസ്റ്റ് ചെയ്യുക, നമ്മൾ നമ്മുടെ കരിയറിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ഈ പറഞ്ഞ ഇതൊന്നും നമുക്ക് ഈ സോഷ്യൽ മീഡിയയിൽ നോക്കിയിരുന്നു കഴിഞ്ഞാൽ ഇതൊന്നും കിട്ടൂല. അതുപോലെ തന്നെയാണ് ഇപ്പൊ ആൾക്കാർ ഷോപ്പ് ചെയ്യുന്ന കാര്യം. ഇപ്പൊ എനിക്കൊരു സാധനം ആവശ്യമുണ്ട്, അതുകൊണ്ട് ഞാൻ ഷോപ്പ് ചെയ്യുന്നത് എന്നുള്ളത് വേറെ. ആ ആളുടെ കയ്യിൽ ആ സാധനമുണ്ട്, അതുകൊണ്ട് എനിക്ക് ആൾക്കാരെ കാണിക്കാൻ എൻ്റെ കയ്യിൽ ഇത് വേണം എന്ന് പറഞ്ഞിട്ട് വാങ്ങുന്നത് വേറെ. അപ്പോൾ ആൾക്കാർ ആവശ്യം അറിഞ്ഞല്ല ഇപ്പോൾ ഷോപ്പ് ചെയ്യുന്നത്. അത് ശരിയാ. ഇപ്പോൾ നമ്മൾ ഒരുപാട് ഡ്രസ്സ് വാങ്ങാൻ ഇഷ്ടമുള്ള ഒരാളാണെന്ന് വെച്ചോ, എനിക്ക് എപ്പോഴും പുതിയ ഡ്രസ്സുകൾ എന്നും വേണം. അങ്ങനെയുള്ള ഒരാൾ കാണുന്ന റീൽസ് എന്തായിരിക്കും, നിങ്ങൾ ഡ്രസ്സ് വാങ്ങണം, പുതിയ ഡ്രസ്സ് ഇടുമ്പോഴാണ് നിങ്ങൾക്ക് അത് കിട്ടുക, മോട്ടിവേഷൻ കിട്ടുക, അത് കിട്ടുക, സെൽഫ് ലവ് വേണം, ഒക്കെയാണ്, ആവശ്യത്തിനൊക്കെ വേണം. പക്ഷേ അത് നമ്മളൊരു നെഗറ്റീവിലേക്ക് പോകുന്നത് നമ്മൾ അറിയൂല. കാരണം എന്താ, നമ്മുടെ അൽഗോരിതം നമ്മളെ അതിൻ്റെ പോസിറ്റീവ് വശങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുക.
അഫിലിയേറ്റഡ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അതായത് ഇപ്പം നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഇപ്പം യൂട്യൂബിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ വരുന്ന നല്ല കുർത്തയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ മുകളിൽ ഈ പറഞ്ഞ ഫ്ലിപ്കാർട്ടിൽ നിന്നും മിന്ത്രയിൽ നിന്നും ഒക്കെ ടാഗ് ചെയ്തിട്ട് ആ പ്രൊഡക്റ്റ് വെച്ചിട്ടുണ്ടായിരിക്കും. കാരണം അവർക്ക് അതിന്റെ പൈസ ഓട്ടോമാറ്റിക്കലി യൂട്യൂബ് പേ ചെയ്യും, അതിന്റെ ഒരു കമ്മീഷൻ എന്നുള്ള രീതിയിൽ. അപ്പൊ ഇതൊരു വലിയൊരു ബിസിനസ് കൂടിയാണ്. ഇപ്പൊ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്ക്. മെറ്റ എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോമിൽ അല്ലെങ്കിൽ ഗൂഗിൾ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിൽ അവര് ഇപ്പം ഇൻഫ്ലുവൻസേഴ്സിന് വലിയ എമൗണ്ട് പേ ചെയ്യുന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. ഒരു യൂട്യൂബ് ചാനലിന്റെ ഓണർക്ക് അല്ലെങ്കിൽ ഒരു യൂട്യൂബ് ചാനലുള്ള ഒരാൾക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ നല്ല ഫോളോവേഴ്സ് ഉള്ള ഒരാൾക്ക് യൂട്യൂബ് നല്ലൊരു എമൗണ്ട് അല്ലെങ്കിൽ ഫേസ്ബുക്ക് നല്ലൊരു എമൗണ്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഒരു വരുമാനം എന്തായിരിക്കും? അവരുടെ വരുമാനം എങ്ങനെയാ? ഈ പറഞ്ഞ ആഡ്സ് വഴിയിട്ടാണ്. നമ്മൾ കൂടുതൽ ഫോൺ യൂസ് ചെയ്യേണ്ട, സോഷ്യൽ മീഡിയ യൂസ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യം ആർക്കാണ് ശരിക്കും? അത് ഈ പറഞ്ഞ മെറ്റയ്ക്കും ഗൂഗിളിനും ഒക്കെയാണ്. കാരണം നമ്മൾ കൂടുതൽ യൂസ് ചെയ്താലേ കൂടുതൽ പരസ്യം നമ്മളെ കാണിക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ കൂടുതൽ പരസ്യം കണ്ടാലേ നമ്മൾ കൂടുതൽ പ്രൊഡക്റ്റ് വാങ്ങത്തുള്ളൂ. കൂടുതൽ പ്രൊഡക്റ്റ് വാങ്ങിയാലേ ഈ യൂട്യൂബിനും മെറ്റയ്ക്കും പരസ്യത്തിന് വേണ്ടിയിട്ട് പൈസ കൊടുക്കുന്ന ആൾക്കാർക്ക് ബിസിനസ് ഉണ്ടാവത്തുള്ളൂ, അവർക്ക് ലാഭം ഉണ്ടാവത്തുള്ളൂ. അതൊരു എക്സാമ്പിൾ ആയിട്ട് എനിക്ക് പറയാൻ തോന്നുന്നത്, നമ്മുടെ പ്രാഡയുടെ സേഫ്റ്റി പിന്ന് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നല്ലോ. അത് എത്രയായിരുന്നു? 64,000 സംതിങ് രൂപയുടെ ഒരു സേഫ്റ്റി പിൻ. അതിലെന്താ, സേഫ്റ്റി പിന്നിൽ ഒരു ചെറിയ എംബ്രോയിഡറി ചെയ്തേക്കുന്നു. അതിന്റെ വാല്യൂ എന്താ? ആ ബ്രാൻഡാണ് അതിന്റെ വാല്യൂ. അതിൽ തന്നെ നമുക്ക് മനസ്സിലാവും ഒരു സേഫ്റ്റി പിന്നിന് എത്ര രൂപയുണ്ട്. ഈ പ്രാഡയുടെ സേഫ്റ്റി പിൻ എന്ന് പറയുന്നത് ബ്രാൻഡ് സെല്ല് ചെയ്യുന്ന അവരുടെ ഇന്റലിജൻസ് ആണ്. അപ്പം പൈസ ഉള്ളവർക്ക് എന്താ പ്രാഡയുടെ സേഫ്റ്റി പിൻ വാങ്ങിച്ചേക്കാം. അത് ഭയങ്കര എന്താ സ്റ്റാറ്റസ് ആയിട്ട് മാറി. അത് ശരിയാ. സ്റ്റാർബക്സിൽ പോയിട്ട് കോഫി കുടിച്ചു കഴിഞ്ഞാൽ അതൊരു സ്റ്റോറി ഇടാൻ വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ പലരും ചെയ്യുന്നത്. കയ്യിൽ പൈസ ഉണ്ടായിട്ടായിരിക്കത്തില്ല. ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നതും നല്ലതാണ്. പക്ഷെ ഇതൊക്കെയാണ് ലൈഫ് എന്ന് വിചാരിച്ച് അതിന്റെ പിന്നാലെ മാത്രം പോകുന്നതാണ് ഈ പ്രശ്നം. ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണം, നല്ല കാര്യങ്ങളാണ്. ഇപ്പൊ സ്റ്റാർബക്സിൽ പോയി കോഫി കുടിക്കാൻ ആഗ്രഹമുള്ളവർ പോയി കുടിക്കണം, നല്ല ഡ്രസ്സുകൾ ഇന്ന് വാങ്ങിച്ചാൽ ഇഷ്ടമുള്ളവർ അത് ചെയ്യണം. പക്ഷെ അതിനുവേണ്ടി ഉള്ള ടൈം നമ്മൾ സോഷ്യൽ മീഡിയയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. 64,000 രൂപയുടെ സേഫ്റ്റി പിൻ വാങ്ങാൻ പറ്റത്തില്ലല്ലോ. അതിന്റെ മെന്റാലിറ്റി ഞാൻ പറഞ്ഞത്. ഇപ്പൊ സേഫ്റ്റി പിൻ ആവശ്യം ഉണ്ടെങ്കിൽ ഒരു സേഫ്റ്റി പിൻ വാങ്ങി യൂസ് ചെയ്യാതല്ല. കോഫി കുടിക്കണമെങ്കിൽ ഒരു കോഫി കുടിച്ചാൽ പോരെ. പക്ഷെ സ്റ്റാർബക്സിന്റെ കോഫി കുടിക്കുന്നു, എന്റെ പ്രാഡയുടെ സേഫ്റ്റി പിൻ ഉണ്ട് എന്നുള്ളതിലാണ് കാര്യം. പ്രാഡയുടെ സേഫ്റ്റി പിൻ മേടിക്കുന്നെങ്കിൽ എന്റെ എത്ര പൈസ ഉണ്ട്, ഞാൻ അത്ര മെയിൻ ആണെന്ന് കാണിക്കാൻ വേണ്ടി. നേരത്തെ ഐഫോണിന്റെ ആ ട്രെൻഡ് ഉണ്ടായിരുന്നു. ഇപ്പൊ ഐഫോൺ ഭയങ്കര കോമൺ ആയതുകൊണ്ട് എല്ലാവരുടെയും കയ്യിൽ ഐഫോൺ ഉണ്ട്. നേരത്തെ എന്റെ കയ്യിൽ ഐഫോൺ ഉണ്ട് എന്നുള്ളൊരു സംഭവം പറയാൻ വേണ്ടിയിട്ട് ഐഫോൺ വാങ്ങുന്ന ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നല്ലോ. ഇപ്പൊ പക്ഷേ എല്ലാവരുടെയും കയ്യിലും ഉണ്ട് ഐഫോൺ. അതുകൊണ്ട് ഐഫോണിലൊരു നമുക്കൊരു ലക്ഷറി കാണിക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ സ്റ്റാറ്റസ് കാണിക്കാനോ ഇപ്പോൾ പൊതുവെ ആൾക്കാർക്ക് പറ്റാറില്ല. അതൊരു കോമൺ ആയി. പക്ഷേ ഐഫോണിന്റെ വേറൊരു കാര്യം, ഇപ്പം എല്ലാവരും അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ തന്നെ യൂസ് ചെയ്യാൻ ഇത്ര കൺവീനിയന്റ് ആയിട്ടുള്ള വേറെ ഫോൺ ഇല്ല. ഞാൻ കുറേ ഫോൺ യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം അതിനേക്കാട്ടിലും ഇപ്പൊ ഒരു സോഷ്യൽ സ്റ്റാറ്റസ് കാണിക്കുന്നതിനേക്കാളും യൂസ് ചെയ്യാൻ കൺവീനിയന്റ് ആണ്. ഇപ്പൊ കുട്ടികളുടെ സോഷ്യൽ മീഡിയ ഉപയോഗത്തെ പറ്റിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയതേ ഉള്ളൂ. വളരെ സീരിയസ് ആയിട്ടുള്ളൊരു മാറ്ററാണത്. കുട്ടികളുടെ ഫോൺ ഉപയോഗവും ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ ഉപയോഗവും. അത് നമ്മൾ ഇപ്പം ഒരു അഡൽട്ട് എന്ന രീതിയിൽ, പേരൻസ് എന്നുള്ള രീതിയിൽ നമ്മൾ അതിനൊരു പ്രിക്കോഷൻ എടുത്തില്ലെന്നുണ്ടെങ്കിൽ വരും തലമുറ ഏത് രീതിയിലോട്ട് മാറും. കാരണം അവരുടെ ഇപ്പം AI ഒക്കെ വരുന്ന സമയത്ത് AI ഏത് ചോദ്യത്തിനും അവർക്ക് ഉത്തരവുണ്ട്. അതൊന്നും പഠിക്കണമെന്നില്ല. ഇപ്പം ഇൻഫർമേഷൻ അതൊരു നല്ല രീതിയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുമെങ്കിലും ഇൻഫർമേഷൻ എല്ലാവർക്കും അവൈലബിൾ ആണെങ്കിൽ പോലും നമ്മളൊന്നും ചിന്തിക്കുന്നില്ല, സ്വന്തമായി ഒന്നും ചിന്തിക്കുന്നില്ല. അസൈൻമെന്റ്സ് എഴുതാൻ വേണ്ടിയിട്ട് ഇപ്പം നമുക്ക് ക്വസ്റ്റ്യൻ അങ്ങോട്ട് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അസൈൻമെന്റ് തരും. ആ ഒരു തരത്തിലോട്ട് മാറിക്കൊണ്ടിരിക്കുക. ചിന്തകൾ വരുന്നില്ല. കൂടുതൽ ഒരു പേഴ്സണൽ കമ്പാനിയൻ ആയും കൂടെ മാറിക്കൊണ്ടിരിക്കുക. നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളും ഷെയർ ചെയ്ത് നമ്മുടെ ഒരു ഫ്രണ്ടിനെ പോലെയാണ് ഇപ്പൊ AI ട്രീറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതെ. അപ്പൊ കുട്ടികൾക്ക് ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയുടെ ഉപയോഗം, AI എന്ന് പറഞ്ഞ സെപ്പറേറ്റ് ഒരു വലിയ ചാപ്റ്റർ തന്നെ, നമുക്ക് അതിനെപ്പറ്റി ഒരുപാട് സംസാരിക്കാനുണ്ട്. ഈ സോഷ്യൽ മീഡിയയുടെ ഉപയോഗം കൂടുന്നത് കാരണം ഇപ്പൊ കുട്ടികളുടെ ഇപ്പൊ നമുക്ക് അഡൽട്ട് ആയിട്ടിരിക്കുന്ന സമയത്ത് തന്നെ പലതരത്തിലുള്ള ഡിപ്രഷനും അല്ലെങ്കിൽ ആങ്സൈറ്റി പ്രോബ്ലംസും ഒക്കെ സോഷ്യൽ മീഡിയ വഴി വരുന്നുണ്ട്. ഫോൺ എടുക്കാതെ ഇരിക്കാൻ പറ്റാത്ത ഒരവസ്ഥ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നമ്മൾ ആക്റ്റീവായി ഇല്ലെങ്കിൽ നമ്മൾ എവിടുന്നോ ഔട്ടായി പോകുന്നു എന്നുള്ളൊരു തോന്നല്, ഇതൊക്കെ നമുക്ക് വരുന്നുണ്ട്. അപ്പൊ ഈ കുട്ടികളിൽ ഏത് തരത്തിൽ ഇത് അഫക്റ്റ് ആവും? കുട്ടികൾ ചിലപ്പോൾ ടാൻട്രംസ് കാണിക്കുമ്പോൾ ഫോൺ എടുത്ത് കൈ കൊടുക്കും. അതൊന്ന് ആലോചിച്ച് നോക്ക്. ഈ ഫോൺ ഇവർക്ക് കിട്ടാതിരിക്കുമ്പോഴായിരിക്കും ഇവർ ടാൻട്രം കാണിക്കുന്നത്. നമുക്കറിയില്ല കേട്ടോ കുട്ടികളെ ഹാൻഡിൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയില്ല. എപ്പോഴും ഞാൻ പറഞ്ഞു കേൾക്കാറുണ്ട്, കുറേ റീൽസ് കാണാറുണ്ട്. അതായത് ഞാൻ വിചാരിച്ചിരുന്നത് എൻ്റെ കുട്ടിക്ക് ഫോൺ കൊടുക്കരുതെന്നാണ്. പക്ഷെ വേറെ വഴിയില്ല. അത് നമ്മൾ പറഞ്ഞ പോലെ മറ്റു കുട്ടികളുടെ ഇൻഫ്ലുവൻസും കൂടെ ആവാം. ഇവർ കാണുന്ന ഇതാണ്, അല്ലെങ്കിൽ ഇവരുടെ പേരൻസിൻ്റെ അടുത്ത് നിന്ന് ഇവർ കാണുന്ന ഇതാണ്. കുട്ടികൾ എപ്പോഴും നമ്മളെ കോപ്പി ചെയ്യുമല്ലേ. അപ്പോൾ ആദ്യം നമ്മൾ വീട്ടിൽ നമ്മൾ എക്സാമ്പിൾസ് ആയിരിക്കുക എന്നുള്ളതേ ഉള്ളൂ. അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക. അവർക്ക് ഇപ്പം എന്തെല്ലാം ആക്ടിവിറ്റീസ് കൊടുക്കാനുണ്ട്. ഇപ്പോൾ ഹോം സ്കൂളിംഗ് ചെയ്യുന്ന പേരൻസ് ഒരുപാടുണ്ടല്ലോ. നമ്മുടെ നാട്ടിൽ കുറവാണെങ്കിലും പുറത്തൊക്കെ ഹോം സ്കൂളിംഗ് ഭയങ്കര ട്രെൻഡിങ് ആണ്. അപ്പോൾ ഹോം സ്കൂളിംഗ് ചെയ്യുന്ന പേരൻസ് എന്താ 24 hours കുട്ടികൾ അവരുടെ കൂടെ ആയിരിക്കും. നമ്മുടെ നാട്ടിലൊക്കെ കുട്ടികളെ സ്കൂളിൽ വിട്ടാൽ അവർക്ക് പിന്നെ സമാധാനമുണ്ട് പേരൻസിന്. പക്ഷേ ഹോം സ്കൂളിംഗ് ചെയ്യുന്നവർക്ക് കുട്ടികൾ ഫുൾ ടൈം അവരുടെ കൂടെ തന്നെയാണ്. അപ്പോൾ അവർ ചെയ്യുന്ന കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. കുട്ടികളെ കുറേ കാര്യങ്ങൾ ഇൻവോൾവ് ചെയ്യിക്കുക, കുക്ക് ചെയ്യാൻ, വീട് ക്ലീൻ ചെയ്യാൻ. അവരെ പഠിപ്പിക്കുക മാത്രമല്ലല്ലോ ചെയ്യേണ്ടത്,
നല്ല ഹ്യൂമൻസ് ആയിട്ട് അവർ വളരണമെങ്കിൽ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കണമല്ലോ. അങ്ങനെ വ്ളോഗ്സ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരില്ലേ, അവരുടെ വ്ളോഗ്സ് ഒക്കെ കാണുക. ഇപ്പൊ സോഷ്യൽ മീഡിയനെ നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ആൾക്കാരെ ഫോളോ ചെയ്യാൻ കുട്ടികളെ പ്രേരിപ്പിക്കുക, നല്ല എഡ്യൂക്കേഷണൽ ചാനൽസിനെ ഫോളോ ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുക. ഇവരെ സത്യത്തിൽ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആക്കാൻ പറ്റൂല, പക്ഷേ ക്വാളിറ്റിയുള്ള നല്ല വീഡിയോ ഫിൽട്ടർ ചെയ്ത് ഇവരിലോട്ട് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ അഡൽട്സ് എന്നുള്ള രീതിയിൽ, പേരൻസ് എന്നുള്ള രീതിയിൽ നമ്മൾ എഫേർട്ട് എടുക്കുക. കറക്റ്റ്. ഇപ്പൊ കുട്ടികൾ പുറത്ത് നിന്ന് ടാൻട്രം കാണിക്കുന്നു, കരയുന്നു എന്ന് പറഞ്ഞിട്ട് അവർക്ക് ഒരു ദിവസം ഫോൺ കൊടുത്ത് നമ്മൾ എന്നും കൊടുത്തോണ്ടിരിക്കും. ഇപ്പൊ റെസ്റ്റോറന്റിലൊക്കെ പോകുമ്പോൾ നമ്മൾ എപ്പോഴും കാണുന്ന ഒരു കാഴ്ചയാ, ഒരു ഫാമിലി വരുന്നു, പേരൻസിന് അതൊരു നാണക്കേടായി അവർക്ക് ഫീൽ ചെയ്യും. കാരണം ഞാൻ പറയുന്നത് അനുസരിക്കുന്നില്ലല്ലോ എന്നുള്ള പോലെയാണ് അവർ പെട്ടെന്ന് അത് നിർത്താൻ വേണ്ടി പെട്ടെന്ന് ഫോൺ കൊടുക്കും. പക്ഷെ അങ്ങനെ വിചാരിക്കേണ്ട ആവശ്യമില്ല. കുട്ടികളാകുമ്പോൾ കരയും, ടാൻട്രംസും അവർക്ക് എക്സ്പ്രസ് ചെയ്യാൻ അറിയില്ല. ഇപ്പൊ ഈ റെസ്റ്റോറന്റിൽ വരുന്ന സമയത്ത് ഈ കുട്ടികൾ കിടന്ന് കരയുന്ന സമയത്ത് ചിലപ്പോൾ അവരെ എടുത്തോണ്ട് നടന്നാൽ മതി. അതിന് പകരം ഇവരുടെ കയ്യിലോട്ട് ഒരു ഫോൺ കൊടുക്കുക. അപ്പൊ അവരെന്താ വിചാരിക്കുന്നത്, ഫോൺ കിട്ടണമെങ്കിൽ കരയണം, അങ്ങനെ ഒരു തോന്നൽ വരും. കരഞ്ഞാൽ ഫോൺ കിട്ടും എന്നുള്ളൊരു തോന്നൽ ഇവരുടെ മൈൻഡിലോട്ട് വന്നിട്ട് ഇവര് കരയും. ആവശ്യമുള്ളപ്പോഴും ആവശ്യമില്ലാത്തപ്പോഴും കിട്ടാത്തപ്പോഴത്തേക്ക് അലറി കരയും. അപ്പൊ അങ്ങനെ അവര് അത് അഡിക്ഷനിലോട്ട്. ഇപ്പൊ ഒരു ഏജ് വരെ ഫോൺ അവർക്കുള്ളൊരു സാധനമല്ല എന്നുള്ള പോലെ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഫോൺ ചോദിച്ചാലും അത് നിനക്കുള്ള സാധനമല്ല എന്ന് കറക്റ്റ് പറയാൻ പറ്റണം. അല്ലെങ്കിൽ അത് കുട്ടികൾ കുഞ്ഞിലെ തന്നെ ഒരു അഡിക്ഷനിലേക്ക് പോകും. അത് പേരൻസ് ഫുൾ ടൈം ഫോൺ തോണ്ടിരിക്കുമ്പോഴാണ്. അപ്പം എങ്ങനെ അത് കുട്ടികളോട് പറയാ? ഫുൾ ടൈം പേരൻസ് ഫോൺ നോക്കിയിരിക്കുക, നീ ഫോൺ എടുക്കില്ലെന്ന് പറഞ്ഞാൽ കുട്ടി അതെന്താ ഞാൻ എടുത്താൽ എന്താണെന്ന് ചോദിക്കില്ലേ? അതിന് പകരം ഒരു എക്സാമ്പിൾ സെറ്റ് ചെയ്യുക ആദ്യം തന്നെ. പിന്നെ അവരുടെ കൂടെ നല്ല ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുക ഫോണില്ലാതെ. പിന്നെ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലെ കമ്പാരിസണും ഇൻസെക്യൂരിറ്റീസും പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യമാണ് ഫിൽറ്റേഴ്സ് ഭയങ്കര ഒരു സോഷ്യൽ മീഡിയയുടെ പ്രധാന ഘടകമാണല്ലോ. ഫിൽറ്റേഴ്സ് യൂസ് ചെയ്തിട്ട് ഫോട്ടോ ഇടുക, ഫോട്ടോ ഫിൽറ്റേഴ്സ് അല്ലെങ്കിൽ എഡിറ്റഡ് പിക്ചേഴ്സ്, മേക്കപ്പ് ചെയ്തിട്ടുള്ള നല്ല പ്രൊഫഷണൽ ഫോട്ടോഷൂട്ട്സ് ഒക്കെ കഴിഞ്ഞിട്ട് മോഡൽസിൻ്റെ ഫോട്ടോസ്, ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ഫോട്ടോസ്, ഇതൊക്കെ ആൾക്കാരിൽ ഒരു കാറ്റഗറി ഓഫ് ആൾക്കാരിൽ കുറെ ഇൻസെക്യൂരിറ്റീസ് ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അപ്പം ഞാനൊരു ഫിൽറ്റർ എടുത്തൊരു ഫോട്ടോ ഞാൻ കാണുന്നു, സെൽഫി എടുത്തിട്ട്. അപ്പം ഞാൻ എൻ്റെ ഫേസ് കണ്ണാടി നോക്കുമ്പോഴത്തേക്കും എനിക്ക് ആ ഫിൽറ്റർ ഇട്ടെടുത്ത ഫോട്ടോയുടെ അത്രയും ഭംഗി എനിക്ക് ഇല്ലല്ലോ എന്നോർത്ത് ഞാൻ നിരാശപ്പെട്ടു പോകാം. അപ്പൊ അങ്ങനെ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവാം. അവിടെ അതിൻ്റെ കൂടെ സോഷ്യൽ മീഡിയയിൽ മറ്റേ കോസ്മെറ്റിക് സർജറിയുടെ കാര്യങ്ങൾ, അങ്ങനെ വെളുക്കാൻ ഇങ്ങനെ, കറക്കാൻ ഇങ്ങനെ, കുരുപോകാൻ ഇങ്ങനെ, മുഖം ചുളിയാതിരിക്കാൻ ഇങ്ങനെ, അതൊക്കെ നമ്മുടെ കോൺഫിഡൻസിന് വേണ്ടി അത് ചെയ്യുന്നത് ഓക്കെയാണ്. ഇപ്പം എൻ്റെ മുഖത്തിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു ഇംപെർഫെക്ഷൻ ഉണ്ട്, എനിക്കത് ചേഞ്ച് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഡോക്ടറെ പോയി കാണുന്നു, കൺസൾട്ട് ചെയ്യുന്നു, മാറ്റുന്നു, അത് ഓക്കെയാണ്. അല്ലാതെ സോഷ്യൽ മീഡിയയുടെ വാലിഡേഷന് വേണ്ടി ഞാനത് ചെയ്താൽ ഞാൻ ചെയ്തുകൊണ്ടേയിരിക്കും. അതിന്റെ കാര്യം ഇതെല്ലാം ബിസിനസിന് വേണ്ടി റൺ ചെയ്യാണ്. മെറ്റയുടെയും ഗൂഗിളിന്റെയും ബേസിക് ഉദ്ദേശം തന്നെ നമ്മളെ പരസ്യങ്ങൾ കാണിക്കുക എന്നുള്ളതല്ലേ. ബിസിനസ് ഒരു സൈഡ് ഉണ്ട് എങ്കിൽ തന്നെ ഞാൻ പറഞ്ഞ പോലെ ഇത് ചെയ്യുമ്പോൾ മറ്റേ ആൾക്ക് കിട്ടുന്നൊരു കോൺഫിഡൻസ് ഉണ്ട്. ഇപ്പം നോസ് ജോബ് ചെയ്യുന്നു, അല്ലെങ്കിൽ ബോട്ടോക്സ് ചെയ്യുന്നു, മുഖത്തെ ചുളിവ് മാറ്റുന്നു, സ്കിൻ ട്രീറ്റ്മെന്റ്സ് ചെയ്യുന്നു, അതൊക്കെ ചെയ്യുമ്പോൾ ഇവർക്ക് കോൺഫിഡൻസ് കിട്ടുന്നുണ്ട്, ഇവർ ഹാപ്പി ആവുന്നുണ്ടെങ്കിൽ ഓക്കെയാണ്, അടിപൊളിയാണ്, അത് ചെയ്തോട്ടെ, ഒരു പ്രശ്നമില്ല. അതല്ലാതെ ഇത് ചെയ്താലേ എനിക്ക് സോഷ്യൽ മീഡിയയിൽ എന്നെ ഇങ്ങനെ കാണിക്കാൻ പറ്റൂ, അല്ലാതെ ഇവരെ സെൽഫ് കോൺഫിഡൻസ് ഇല്ലായ്മ, ഇവർക്ക് കോൺഫിഡൻസ് ഇല്ലാതെ ഇങ്ങനെയൊക്കെ എന്നെ മാറ്റിയാലേ എനിക്ക് എന്നെ പ്രൊജക്ട് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ട് ഇവരെ തന്നെ ഡൗട്ട് ചെയ്ത് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ. പലർക്കും ചിലപ്പോൾ ഇത് അഫോർഡ് ചെയ്യാൻ പറ്റണമെന്നില്ല, പക്ഷെ അവർക്ക് അത് ചെയ്യാനും പറ്റില്ല. എന്നാൽ ഇവർക്ക് സെൽഫ് ഡൗട്ട് ആണ് താനും. അത് ഭയങ്കര ഡിപ്രഷൻ സ്റ്റേജിലേക്ക് കൊണ്ടുപോകത്തേ ഉള്ളൂ. ഞാൻ എവിടെ പണ്ട് വായിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മളിപ്പോൾ എല്ലാവരും കണ്ണാടിയിൽ നോക്കുന്നു, ഫോട്ടോ എടുക്കുന്നു, നമ്മുടെ ഫേസ് നമ്മൾ തന്നെ ഇപ്പോൾ കുറെ കാണുന്നുണ്ട്. പണ്ട് കാലത്ത് നമ്മൾ കണ്ണാടിയില്ല, മൊബൈൽ ഫോണില്ല, കണ്ണാടിയില്ല, നമുക്ക് നമ്മളെ തന്നെ കാണാൻ പറ്റുന്നില്ല. അപ്പം നമുക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള ആൾക്കാർ കാണുന്നത് ഒരു സ്റ്റിൽ പിക്ചറായിട്ടല്ല, നമ്മളൊരു എന്താ പറയുക, നമ്മളെപ്പോഴും മൂവ് ചെയ്യുന്ന നമ്മളെ എക്സ്പ്രഷൻസിലൂടെയാണ് നമ്മുടെ അടുത്ത് നിൽക്കുന്ന ആൾ കാണുന്നത്. അപ്പം ഞാൻ അങ്ങനെ അതെൻ്റെ മനസ്സിൽ വെച്ചിട്ട് ഞാൻ ആൾക്കാർ അങ്ങനെ ശ്രദ്ധിക്കാറുണ്ട്. മൊമെൻറ്റ്സ് ആയിട്ട് അവരെ ആ മൊമെൻറ്റിൽ അവരെങ്ങനെ ഉണ്ടാവും. ഇപ്പം നമ്മൾ കണ്ണാടിയിൽ നമ്മൾ ഫോട്ടോ എടുത്ത് ഒരു സ്റ്റിൽ അല്ലെങ്കിൽ കണ്ണാടി നോക്കുമ്പോൾ നമ്മുടെ മുഖത്തെ കുരു, പല്ല് ഷേപ്പില്ല, മറ്റേതില്ല, ചുണ്ടിന് കളറില്ല, കൺവീലില്ല, പുരുകില്ല, അങ്ങനെ നമ്മൾ ഭയങ്കര കീനായിട്ട് ഒബ്സർവ് ചെയ്യും. പക്ഷെ അങ്ങനല്ല നമ്മൾ ആൾക്കാരെ കാണേണ്ടത്, നമ്മൾ വരെ മൊമെൻറ്റ്സ് ആയിട്ട് കാണണം. ഇപ്പം എൻ്റെ മുന്നിൽ നിൽക്കുന്ന ഒരാൾ, അയാൾ ചിരിക്കുന്നത് ഭയങ്കര സിനിമാറ്റിക് ഫീൽ നമുക്ക് ഫീൽ ചെയ്യും. ഞാൻ അങ്ങനെ നോക്കിയിട്ടുള്ളതുകൊണ്ട് ഞാൻ പറയും, അങ്ങനെ ആൾക്കാരെ കണ്ടു നോക്കണം. നമ്മൾ അങ്ങനെ സ്റ്റില്ലായിട്ട് നമ്മളെ കാണേണ്ടതല്ല. ശരിക്കും നമ്മൾ ക്രിയേറ്റ് ചെയ്തപ്പെട്ടത് അങ്ങനെയാണെന്നാണ് പറയുക. നമ്മൾ ആൾക്കാരെ മൊമെന്റ്സ് ആയിട്ടാണ് കാണേണ്ടത്. ടെക്നോളജിയോ ഈ പറഞ്ഞ മൊബൈൽ ഫോണിന്റെ ഫ്രണ്ട് ക്യാമറയോ കണ്ണാടിയോ ഒന്നും ഇല്ലായിരുന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മളെ ഇത്രയും സമയം നമ്മൾ കണ്ടോണ്ടിരിക്കില്ല, നമ്മൾ സ്വയം. പിന്നെ നമ്മുടെ ഇംപെർഫെക്ഷൻസ് നമ്മൾ മാത്രമേ കാണത്തുള്ളൂ. നമ്മളൊരു ഫോട്ടോ എടുത്ത് ചിലപ്പോൾ നമുക്ക് ആംഗിൾ ഇഷ്ടമുണ്ടാവില്ല, വേറൊരാൾ നോക്കുമ്പോൾ അയ്യോ നല്ല ഫോട്ടോ ആണല്ലോ, എന്താ പ്രശ്നം, പക്ഷെ എനിക്ക് ആ ആംഗിൾ ഇഷ്ടമല്ല. ഞാൻ എൻ്റെ ഇംപെർഫെക്ഷൻസ് ഞാനാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. ശരിയാ. കോൺഫിഡൻസ് ഉണ്ടാകാൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാം, അതൊക്കെ ഓക്കെയാണ്. പക്ഷേ സെൽഫ് വാലിഡേഷൻ സോഷ്യൽ മീഡിയയിൽ നിന്ന് എടുക്കാതിരിക്കുക, അത് സ്വയം കൊടുക്കുക വാലിഡേഷൻ. സോഷ്യൽ മീഡിയ നമ്മുടെ വികാരങ്ങളെ
ട്രിഗർ ചെയ്യുന്ന പല കാര്യങ്ങൾ. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അൽഗുരിതം പ്ലേ ചെയ്തിട്ട് അവനതുണ്ട്, എനിക്കിത് കിട്ടുന്നില്ല. അവന് 25-ാമത്തെ വയസ്സിൽ ജോലി കിട്ടി, എനിക്കിത് കിട്ടുന്നില്ല. പണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ വളരെ ചുരുക്കം കുറച്ച് ആൾക്കാരുമായിട്ട് നമ്മൾ കണക്റ്റഡ് ആയിട്ടുള്ളായിരുന്നു, നമ്മളുടെ കുറച്ച് ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഫാമിലി. അപ്പോൾ അതിലുള്ള ഒരു കമ്പാരിസണേ നമ്മളിൽ വരുന്നുള്ളായിരുന്നു. ഇപ്പോൾ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം ഒരു വേൾഡിൽ മൊത്തമുള്ള ആൾക്കാരെ, വേൾഡ് മൊത്തം നമ്മൾ ഓപ്പൺ ആയി കിടക്കുമല്ലേ, അത്ര ആൾക്കാരായിട്ട് നമ്മളെ കമ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഫോമോ എന്ന് പറയുന്ന സാധനം, ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട്. അപ്പം ആ ഫോമോ നമ്മൾ വർക്ക് ചെയ്തിട്ട് ഇതും നമുക്ക് ഒരുപാട് ആങ്സൈറ്റി പ്രോബ്ലംസ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. കാരണം അവന് അത് 25-ാമത്തെ വയസ്സിൽ ലൈഫ് സെറ്റിലായി. ഇപ്പം നമുക്ക് ലാലേട്ടൻ്റെ ഒരു പരസ്യം കണ്ടിട്ടില്ല, 21-ാമത്തെ വയസ്സിൽ ലൈഫ് സെറ്റ് എന്നൊരു പരസ്യവാചകം തന്നെ. 21-ാമത്തെ വയസ്സിൽ ഇന്ത്യയുടെ സാഹചര്യം വെച്ച് എങ്ങനെ ലൈഫ് സെറ്റ് ആവും? അത് എനിക്കറിയത്തില്ല. ഉണ്ടായിട്ടുള്ളവരുണ്ടാവാം, അവരുടെ കഥകൾ സോഷ്യൽ മീഡിയ പറയുന്നുണ്ടാവാം. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്ക്, 99% പേർക്ക് അത് പറ്റുമോ? ഞാൻ സാധനം അച്ചീവ് ചെയ്താൽ ഞാനത് സോഷ്യൽ മീഡിയ പോസ്റ്റ് ചെയ്യുന്നത് എന്റെ സന്തോഷത്തിന് വേണ്ടി ആയിരിക്കണം. നമ്മുടെ ഒരു പേഴ്സണൽ ഡയറി പോലെ ആയിരിക്കണം നമ്മുടെ ഇൻസ്റ്റഗ്രാം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ആൾക്കാരുടെ വാലിഡേഷന്റെ ആവശ്യമില്ല. ഇപ്പൊ എന്റെ ഹാപ്പി മൊമെന്റ്സ്, എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഞാൻ എന്റെ ഇൻസ്റ്റഗ്രാമിൽ ഷെയർ ചെയ്യുക. അത് അവിടെ ഒരു മെമ്മറി ആയിട്ട് ഞാൻ കീപ്പ് ചെയ്യുക. അത് ആൾക്കാർ നല്ലത് പറഞ്ഞാൽ ഓക്കെ, സന്തോഷം, അവർ അത് കണ്ട് അവർ സന്തോഷിക്കുന്നുണ്ടല്ലോ. ആൾക്കാർ നെഗറ്റീവ് പറഞ്ഞാൽ ഓക്കെ, അവർക്ക് ഇഷ്ടമില്ല, അവരിഷ്ടപ്പെടേണ്ട, എൻ്റെ ഇഷ്ടം. ആ ഒരു ലെവലിൽ ഇതിനെ എടുക്കാൻ പറ്റണം സോഷ്യൽ മീഡിയനെ. ശരിയാ, അങ്ങനെ എടുത്താൽ മാത്രമേ നമുക്ക് ഒരുപാട് കാര്യങ്ങളിൽ നിരാശയില്ലാതെ നല്ല രീതിയിൽ സോഷ്യൽ മീഡിയ അൺറിയലിസ്റ്റിക് എക്സ്പെക്ടേഷൻസ് ഒഴിവാക്കാൻ പറ്റുമോ? അപ്പോൾ ഇപ്പൊ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികൾ ജനിക്കുമ്പോൾ തന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കുട്ടികളുടെ പേര് ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഉണ്ടാക്കുന്ന ഒരു ട്രെൻഡ് ഉണ്ട്. ഇവർക്ക് ഇതെന്താ അറിയാം, ഇവര് വളർന്നു വരുമ്പോഴത്തേക്കും പണ്ട് അച്ഛനും അമ്മയും നല്ല പുസ്തകങ്ങളും ഒക്കെ കൊടുക്കുമ്പോൾ ഇപ്പൊ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ പേരിൽ അവർ ക്രിയേറ്റ് ചെയ്ത നല്ല ഫോളോവേഴ്സ് ഉള്ള ഒരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് അവർ ഒരു പ്രായമാകുമ്പം മറ്റേ ആധാരമൊക്കെ കൊടുക്കുന്ന പോലെ അങ്ങനെ ആ ഒരു. പക്ഷേ അതെനിക്ക് തോന്നുന്നു ഇപ്പൊ പേരൻസ് കൂടുതലും അത് മെമ്മറിക്ക് വേണ്ടി, ഞാൻ മെമ്മറിക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്യുവാണെങ്കിൽ പക്ഷേ എന്റെ പണ്ട് ഇപ്പൊ പഠിക്കുന്ന ഇതില് എന്റെ മകൻ ഇത്ര മാർക്കുണ്ട്, അവന്റെ മകൾക്ക് ഇത്ര മാർക്കുണ്ടെന്ന് പറയുന്ന പോലെ എന്റെ മകന്റെ ഫോട്ടോയ്ക്ക് ഇത്ര ലൈക്ക് ഉണ്ട്, അവരുടെ മകളുടെ ഫോട്ടോയ്ക്ക് അത്ര ലൈക്ക് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അതിലൊരു കമ്പാരിസൺ ഇപ്പൊ വരുന്നുണ്ട്. ഇപ്പൊ കുട്ടികൾക്ക് ഫാഷൻ ചെയ്യാനും അവർക്ക് ചിലപ്പോൾ ഇഷ്ടമുണ്ട്, എന്താ ഇഷ്ടമുണ്ടെന്ന് അറിയത്തില്ല. അത് എനിക്കൊരു പ്രശ്നം തോന്നുന്നത്, നമുക്ക് അപ്പം കുട്ടികളുടെ പ്രൈവസിനെ നമ്മൾ മാനിക്കുന്നില്ല ആ സമയത്ത്. ഇപ്പൊ ഒരു നമുക്കിപ്പോൾ ഓർമ്മയ്ക്ക് വേണ്ടിയാണെങ്കിൽ നമുക്കൊരു പ്രൈവറ്റ് അക്കൗണ്ട് തുടങ്ങി പിള്ളേരുടെ ഫോട്ടോ അതിൽ സൂക്ഷിക്കാം, ഓക്കെയാണ്. അല്ലെങ്കിൽ ഒരു ഏജ് എത്തുമ്പോൾ കുട്ടിക്ക് ഇതാണ് നിന്റെ പ്രൊഫൈൽ, ഞങ്ങൾ ഇത്ര സൂക്ഷിച്ചിട്ട് ഫോട്ടോ ആണെന്ന് പറഞ്ഞത് കൈമാറാം, അതൊക്കെ ഓക്കെ. പക്ഷേ ഇപ്പോൾ കുട്ടികൾക്ക് പറയാൻ പറ്റില്ലല്ലോ എൻ്റെ ഫോട്ടോ എടുക്കരുത്, എനിക്ക് ഇഷ്ടമില്ലെന്ന് പറയാൻ അവർക്ക് പറ്റില്ല. നമുക്ക് സന്തോഷത്തിന് 1-2 ഫോട്ടോ ഷെയർ ചെയ്യുന്ന പോലെ അല്ല, ഇവരുടെ ലൈഫിലെ എല്ലാ മൊമെൻറ്റ്സും എല്ലാ കാര്യങ്ങളും, കുട്ടികളുടെ ഡ്രസ്സില്ലാതെ കിടക്കുന്നതും, അവരുടെ ഓക്വേർഡ് ആയിട്ടുള്ള മൊമെൻറ്റ്സ്, എംബാരസിങ് മൊമെൻറ്റ്സ്, ഇതൊക്കെ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇടുമ്പോൾ ഇതവിടെ കിടക്കുമല്ലോ. അപ്പോൾ ഇവർ വലുതായി കഴിഞ്ഞാലും ഇവരുടെ ഈ എംബാരസിങ് ആയിട്ടുള്ള ഈ ഇൻസിഡന്റ് സോഷ്യൽ മീഡിയ കിടക്കും. അത് ഭയങ്കര കുട്ടികളെ എംബാരസ് ചെയ്യും ആ കാര്യം. അതായത് പിന്നെ ഫ്രണ്ട്സ് എടുത്തിട്ട് കളിയാക്കും. നമുക്ക് ഇവര് കുട്ടികളല്ലേ, ഇവര് ഓരോ കുട്ടികളുടെ ഉള്ളിൽ ഒരു ഇൻഡിവിജ്വൽ ഉണ്ട്, എല്ലാവർക്കും ഒരു പ്രൈവസി ഉണ്ടല്ലോ, കുഞ്ഞിനും ഉണ്ടല്ലോ ഒരു പ്രൈവസി. അപ്പൊ അതിൽ പേരൻസ് ആയാൽ പോലും അതിൽ കൈ കടത്തരുതെന്നാണ് എനിക്ക് തോന്നുന്നത്. യെസ്, അത് കറക്റ്റാ. കാരണം അവൻ ഒരു പ്രായം എത്തിയിട്ട് അവനൊരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് തുടങ്ങണമെങ്കിൽ അങ്ങനെ തുടങ്ങട്ടെ, അതുവരെ അത് പ്രൈവറ്റ് ആയിട്ട് സൂക്ഷിക്കുക എന്നുള്ളതാ. അല്ല, പബ്ലിക് ആണെങ്കിൽ തന്നെ ഫിൽട്ടർ ചെയ്തിട്ട് അവിടെ അവന് ഭാവിയിൽ ഇൻസെക്യൂരിറ്റീസ് ഉണ്ടാക്കാൻ സാധ്യതയില്ലാത്ത മൊമെന്റ്സ് മാത്രം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുക എന്നുള്ളത്. ഇത്രയും ഒരു വൈഡായ ലോകത്തിന് ഇത് തുറന്നു കൊടുക്കുകയല്ലേ, അപ്പൊ അതില് പേരൻസിന് ഒരു മിനിമം അവരതിനൊരു കൺസേൺ വെക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. കുട്ടികൾ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ, അവരോട് അധികം യൂസ് ചെയ്യരുതെന്ന് നമ്മൾ പറയുന്നുണ്ട്. ഇവർ ഇത് ആരെ കണ്ടാ പഠിക്കുന്നത്? ഇപ്പൊ അച്ഛനെയും അമ്മയും കണ്ടു പഠിക്കുന്ന പോലെ തന്നെ ഇവര് മുത്തശ്ശനെയും മുത്തശ്ശിയും കണ്ടു പഠിക്കാറുണ്ട്. ഫുൾ ടൈം ഫോണിലാ ഇവര്. ഫേസ്ബുക്കിലും യൂട്യൂബിലും കയറി ചിലപ്പോൾ റീൽസ് ഇത്ര സ്പീഡിൽ സ്ക്രോൾ ചെയ്യുന്നില്ലായിരിക്കാം, പക്ഷെ ഫേസ്ബുക്കിൽ കയറിയിട്ട് ഫേസ്ബുക്ക് വീഡിയോസ്, യൂട്യൂബ് വീഡിയോസ്. എനിക്കറിയാവുന്ന ഒരു കുട്ടി, അതായത് റീൽസേ ഷോർട്ട് വീഡിയോ ആണല്ലോ, ആ റീൽസ് അവൾ ഓടിച്ചു വിട്ടാ കാണുക. അതായത് ഞാൻ ഈയിടെയാണ് അറിഞ്ഞത് റീൽസിന്റെ ആ ഇങ്ങനെ സൈഡിൽ പിടിച്ചാൽ അതും സ്പീഡിൽ 2x ആയിട്ട് സ്പീഡിൽ പോകുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം അറിഞ്ഞത് അവളുടെ അടുത്തുനിന്ന്. അപ്പൊ റീൽസ് പോലും കാണാനുള്ള ക്ഷമ ഇപ്പൊ ഇല്ല. കാരണം ഈ പറഞ്ഞ ഗ്രാൻഡ് പേരൻസും ഈ സോഷ്യൽ മീഡിയ ഭീകരമായിട്ട് ഇപ്പൊ യൂസ് ചെയ്യുന്നുണ്ട്. ആ ഒരു ഓൾഡ് ഏജിന്റെ ലോൺലിനെസ് മാറാൻ ചിലപ്പോൾ ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ ഗ്യാതറിങ്സ് അതൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഇപ്പം ഗ്രാൻഡ് പേരൻസിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പം നമ്മൾ കൊച്ചുമക്കള് പേരൻസ് ഗ്രാൻഡ് പേരൻസ് ഒക്കെ ഇരിക്കുമെന്ന് വെച്ചോ, എല്ലാവരുടെയും കൈ ഫോൺ കാണും, ഗ്രാൻഡ് പേരൻസിന്റെ കൈ ഫോൺ കാണത്തില്ല. അവർക്ക് ഭയങ്കര ഒറ്റപ്പെടൽ അനുഭവപ്പെടും. എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യം അത്. ഇപ്പം ഞാൻ അങ്ങനെ എൻ്റെ ഗ്രാൻഡ് പേരൻറ്റിനോട് ഇരിക്കുമ്പോൾ ഞാൻ അങ്ങനെ ഫോൺ യൂസ് ചെയ്യാറില്ല. കാരണം നമ്മൾ ഫോൺ നോക്കിയെങ്കിലും അവരെന്ത് ചെയ്യും? അവർ ഫോൺ യൂസ് ചെയ്യും. ഇല്ല, അവർക്ക് ഇപ്പോൾ ഫോൺ ഇല്ലാത്ത ഗ്രാൻഡ് പേരൻസ് ആണെങ്കിൽ, ഒരു സമയത്ത് ഫോൺ ഇല്ലാത്തവരായിരുന്നെങ്കിൽ അവർക്കപ്പോൾ ഒന്നും ചെയ്യാനില്ല. അപ്പോൾ അവർ നമ്മൾ ഭയങ്കര ഒറ്റപ്പെടുത്തുന്ന പോലെ. അപ്പം ഞാൻ അങ്ങനെ ഉള്ളപ്പോൾ ഫോൺ യൂസ് ചെയ്യാറില്ല. ഫോൺ മാറ്റി വെച്ച് അവരോട് സംസാരിക്കുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യും. അത്
അതൊക്കെ നമുക്കുണ്ടാവേണ്ട ഒരു ബോധ്യമാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പം നമ്മൾ അങ്ങനെ ചെന്നിരുന്നു കഴിഞ്ഞാൽ ഇവര് ഫോണിലായിരിക്കും. പറ അങ്ങനെ ആയിരിക്കും. സത്യം. അതിന് കാലഘട്ടങ്ങളിൽ അതേ പറഞ്ഞ അത്രയും നാളെ അവർ അനുഭവിച്ചൊരു ലോൺലെസ് ഉണ്ടല്ലോ. അത് ശരിയാ. അപ്പൊ അവര് അയ്യോ ഇനിയിപ്പോ എനിക്കും ഫോൺ ഉണ്ടല്ലോ എന്ന് ചിലപ്പോ അവർ ചിന്തിക്കുമായിരിക്കും ഒരു ഇന്നസെൻസില്. സത്യത്തിൽ ഇപ്പൊ ഫോൺ, സോഷ്യൽ മീഡിയ ഇതെല്ലാം നമ്മളെ ഒരുപാട് നല്ല കാര്യത്തിൽ സ്വാധീനിക്കുന്നുണ്ട്. അതേപോലെ ഇപ്പൊ കുട്ടികൾക്കാണെങ്കിലും കൂടുതൽ എനിക്കൊന്ന് ഫോണിനുമായിട്ട് ഇവർക്ക് ഇത്ര ഓപ്പൺ ആയത് ഈ ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ വന്നേ പിന്നെയാ ഫോൺ ഇവരുടെ കയ്യിലായി. ശരിയാ. കൊറോണ, ആഫ്റ്റർ കൊറോണ അതിനൊരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. നേരത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടുകാര് ഒന്ന് ലിമിറ്റ് ചെയ്തിട്ട് തരത്തില്ല, ഇത് എന്റെ ഫോൺ എന്നുള്ള സാധനം വന്നു. ഈ കൊറോണയ്ക്ക് ശേഷം ഓൺലൈൻ ക്ലാസ് വരുന്നു, അപ്പൊ ഇത് എന്റെ ഫോണാണല്ലോ, അല്ലെങ്കിൽ അവർക്ക് ഫോൺ വാങ്ങാനുള്ളൊരു പ്രേരണ അവിടെ വന്നു, കൂടുതൽ ഓൺലൈനായി മാറി. ഇപ്പം എന്തുകൊണ്ടായിരിക്കാം ഇത്രയും സോഷ്യൽ മീഡിയ വളരെ പെട്ടെന്ന് ഒരു ബൂം വരാൻ കാരണം? അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അതിനകത്ത് പ്രധാന കാരണം ഇപ്പൊ ഇന്ത്യയിൽ ജിയോ സിം വന്നു. നമുക്ക് വളരെ ഇന്റർനെറ്റിന്റെ ആക്സസ്, പണ്ട് വൈഫൈ ഒക്കെ ഉള്ളവർക്ക് മാത്രമായിരുന്നു ഒരുപാട് വീഡിയോസ് ഒക്കെ കാണാൻ പറ്റുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ 25 രൂപയ്ക്ക് ഒരു GB ഒക്കെ റീചാർജ് ചെയ്തോണ്ടിരുന്ന സമയത്ത് അങ്ങനെ ചെയ്തോണ്ടിരുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും ഈ പറഞ്ഞ ഒരു യൂട്യൂബ് വീഡിയോ ഫുള്ള് കണ്ടു തീർക്കാൻ പറ്റത്തില്ല ആ ഒരു GB നെറ്റ് കൊണ്ട്. അപ്പൊ ജിയോ സിം എന്ന് പറഞ്ഞ അംബാനി കൊണ്ടുവന്ന ഒരു വിപ്ലവം, അത് നമുക്ക് പിന്നെ സ്മാർട്ട് ഫോണിന്റെ ഒരു ബൂം വന്നു. ഓപ്പോ, വിവോ ഒക്കെ വന്നിട്ട് എല്ലാവർക്കും സ്മാർട്ട് ഫോൺസ് ചെറിയ പൈസയ്ക്ക് നല്ല ക്വാളിറ്റിയുള്ള നല്ല പ്രൊസസ്സറുള്ള ഫോൺസ് അവൈലബിൾ ആയിട്ട് വന്നു. പിന്നെ കൊറോണ വന്നപ്പോഴത്തേക്ക് നമുക്കൊന്നും ചെയ്യാനില്ലാത്ത ഒരുപാട് സമയം നമുക്ക് കിട്ടി. അങ്ങനെ കുറേ നല്ല ക്രിയേറ്റേഴ്സ് വന്നു. ഈ ക്രിയേറ്റേഴ്സ് വഴി നമ്മൾ കൂടുതൽ സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഇന്നായി. അങ്ങനെ നമ്മൾ ഇത് നമ്മുടെ ഒരു ലൈഫിന്റെ ഭാഗമായി. കൊറോണ മാറി, ലോകം പഴയപടിയായി. ഇപ്പം നമുക്ക് ചെയ്യാൻ കുറെ കാര്യങ്ങളുണ്ട്, പക്ഷെ നമ്മളത് ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല. നമ്മൾ അത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക. ഇപ്പൊ കൊറോണ കഴിഞ്ഞിട്ട് 5 വർഷമായി. അത് നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്ക്. 5 വർഷമായി നമ്മൾ കൊറോണ വന്നിട്ട് പോയിട്ട്. അപ്പോ ആ ഒരു 5 വർഷവും നമ്മൾ ആ ഒരു മൂടി തന്നെ. പക്ഷെ നമ്മളുടെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം വിട്ട് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കൂടുതൽ സമയം നമ്മൾ ചെലവഴിക്കുമ്പോൾ എന്താണ് റിയാലിറ്റിയിൽ സംഭവിക്കുന്നത്? ബാക്കിയുള്ള സ്കിൽസിന് ഒരു പ്രാധാന്യം കിട്ടുന്നില്ല. അതിൽ തന്നെ ഉള്ളതാണ് ഇപ്പം ബ്രെയിൻ ഫോഗ് ഭയങ്കരമായിട്ട് കൂടിയ ആൾക്കാർക്ക്. ഇപ്പൊ നമ്മൾ ദിവസം മൊത്തം റീൽസ് സ്ക്രോൾ ചെയ്തിട്ട് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ നമുക്കൊരു മന്ദതയാ. എന്താ പുറം ലോകത്ത് ഭയങ്കര മന്ദത ഫീൽ ചെയ്യും. അത് ബ്രെയിൻ ഫോഗാ. അത് നമ്മൾ ഈ ഇൻഫർമേഷൻ ഇങ്ങനെ സ്ക്രീനിൽ തന്നെ നോക്കിയിരുന്ന് നമ്മുടെ ചുറ്റുമുള്ള ഒന്നും നമ്മൾ അറിയുന്നില്ല. സ്ക്രീൻ ടൈം കൂടി അങ്ങനെ ബ്രെയിൻ ഫോഗ് ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് ഇപ്പോൾ വന്നു തുടങ്ങി. ശരിക്കും ബ്രെയിൻ ഫോഗ് എന്താന്ന് ചിലപ്പോൾ മനസ്സിലാവില്ല. നമുക്ക് എന്താ ഇങ്ങനെ മന്ദത, നമുക്ക് എന്തോ പ്രശ്നമുള്ള പോലെ നമുക്കൊരു ഫീൽ വരും. അത് റിയാലിറ്റി ആയിട്ടൊരു കണക്ഷൻ കട്ടാവുന്ന പോലത്തെ ഒരു ഫീൽ എല്ലാവർക്കും അത് വന്നിട്ടുണ്ടായിരിക്കും തോന്നുന്നുണ്ട്. എൻ്റെ ഒരു ഉദ്ദേശത്തിൽ എല്ലാ മനുഷ്യർക്കും ഇപ്പോൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവർക്കും അതിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആവാൻ ഒരു ശരിക്കും താല്പര്യമുണ്ട്. അതിനാദ്യം ചെറിയ സ്റ്റെപ്സ് എടുത്ത് സ്റ്റാർട്ട് ചെയ്യുക. 10 മിനിറ്റെങ്കിൽ 10 മിനിറ്റ് ഫോൺ മാറ്റി വയ്ക്കുക. സ്ക്രീൻ ടൈം ലിമിറ്റ് ചെയ്യുക. 10 മണി 9 മണിക്ക് ശേഷം ഫോൺ നോക്കാതിരിക്കുക. കിടക്കുന്നതിന് 1 അവർ മുന്നേ ഫോൺ നോക്കാതിരിക്കുക. ഉറക്കം കിട്ടത്തില്ല. മൊബൈൽ എടുത്തിട്ട് ഒന്നുകൂടെ നോക്കിയിട്ട് കിടക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കിട്ടും. താഴെ വെക്കില്ല ഫോൺ. പിന്നെ അതുപോലെ തന്നെ രാവിലെ എണീറ്റ ഉടനെ ഉള്ള 1 അവർ ഫോൺ നോക്കരുത്. നോട്ടിഫിക്കേഷൻസ് മാക്സിമം ഓഫ് ചെയ്യുക. നമുക്ക് ആവശ്യമുള്ള നോട്ടിഫിക്കേഷൻസ് മാത്രം ഓൺ ആക്കിയിട്ട് ഓഫ് ചെയ്യുക. അതുപോലെ തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയ കൊണ്ട് ഒരുപാട് ബ്രാൻഡ്സ് വളരുന്നുണ്ട്, നല്ല ബിസിനസ്സുകൾ നടക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയനെ ഉപയോഗിക്കേണ്ട തരത്തിൽ ഉപയോഗിച്ചാൽ അത് നമുക്ക് ഒരുപാട് ബെനിഫിഷ്യൽ ആണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കൺസ്യൂമർ അല്ലാതെ നമ്മൾ ക്രിയേറ്റർ ആവാൻ ശ്രമിക്കുക. ഞാനൊരു നല്ല സ്കില്ലുള്ള ഒരാളാണെന്ന് വിചാരിച്ചോ, എനിക്ക് ഞാനൊരു നല്ലൊരു ആർട്ടിസ്റ്റാണ്, അല്ലെന്നുണ്ടെങ്കിൽ ഞാനൊരു നല്ല ഗായകനാണ്, എനിക്ക് എത്ര കഴിവുണ്ടെന്നുണ്ടെങ്കിലും എനിക്ക് സോഷ്യൽ മീഡിയയിൽ ഫോളോവർ ഇല്ലെന്നുണ്ടെങ്കിൽ ഇപ്പൊ എനിക്ക് ഒരു വിലയില്ല സമൂഹത്തിൽ. സോഷ്യൽ മീഡിയയിൽ ഇല്ലേ? ഇപ്പം ആദ്യം ചോദിക്കുക ഇൻസ്റ്റഗ്രാം ID ചോദിക്കുന്നേ. അപ്പം ഇൻസ്റ്റഗ്രാമിൽ ഫോളോവർ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു ഗായകനാണ്, ചിത്രകാരനാണ്. മാത്രമല്ല അത് ഹെൽത്ത് കെയറിലായിക്കോട്ടെ, കോസ്മെറ്റിക് കെയറിൽ, അങ്ങനെ ബ്യൂട്ടി ആയിക്കോട്ടെ, ഹെൽത്ത് കെയറിൽ പോലും ഡോക്ടേഴ്സിന് ഫോളോവേഴ്സ് ഇല്ലാതെ ഡോക്ടേഴ്സിന് ഇവിടെ ആർക്കും വിലയില്ല. അതെ സത്യം. ഇപ്പൊ ഒരു സർജറി ചെയ്യാൻ അറിയാവോന്ന് അല്ല നോക്കുന്നത്, ഇയാൾക്ക് എത്ര റേറ്റിംഗ് ഉണ്ട്, ഇയാളുടെ ഇൻസ്റ്റഗ്രാമിൽ എത്ര ഫോളോവേഴ്സ് ഉണ്ട്, അങ്ങനെ നോക്കുന്നത്. ഇയാള് ഹൈപ്പർ ആക്റ്റീവ് ആണോന്ന് മാത്രമേ, സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആണോന്ന് മാത്രമേ ഒരു ഡോക്ടറിനെ അല്ലെന്നുണ്ടെങ്കിൽ ഫിസിഷ്യനെ നമ്മൾ വാലിഡേറ്റ് ചെയ്യത്തുള്ളൂ. എല്ലാ മേഖലയിലും അങ്ങനെ. അപ്പം അത് ഈ പറഞ്ഞ ഒരു ആഫ്റ്റർ കൊറോണ വന്നൊരു ട്രെൻഡാണെന്ന് എനിക്ക് തോന്നുന്നത്. അതിനെ യൂസ് ചെയ്ത് അതിനെ മോണിറ്റൈസ് ചെയ്ത ഒരുപാട് ആൾക്കാരുണ്ട്. അതുവഴി റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന ഒരുപാട് ബിസിനസ്സുകളുണ്ട്. യൂട്യൂബ് വരുമാനം കൊണ്ട് മാത്രം ലക്ഷറി ലൈഫ് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. ഇവരൊക്കെ ഇനിഷ്യൽ ഘട്ടത്തിൽ ആ സമയത്തെ നല്ലപോലെ പ്രയോജനപ്പെടുത്തി. അവരപ്പം മൊബൈലിൽ ഈ സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്നായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇവർക്ക് ഈ പറഞ്ഞ യൂട്യൂബ് ചാനലോ അല്ലെങ്കിൽ സാമ്രാജ്യമോ ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തില്ലായിരുന്നു. അവരവിടെ ക്രിയേറ്ററായി. അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ടൈം അതിനായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് സോഷ്യൽ മീഡിയയിലോ ഫോണിലോ അമിതമായിട്ട് അഡിക്ഷൻ മാറ്റി വെച്ചുകൊണ്ട് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി അതിനെ ഉപയോഗിച്ച് മെൻ്റൽ ഹെൽത്ത് കാത്തു സൂക്ഷിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം.